ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ആൻറ്റിജൻ, അധ്യായം 41. പ്രതീക്ഷ വേഗം ചെന്ന് മരുന്ന് പുരയോട് ചേർന്നുള്ള മുറി തുറന്ന് അകത്തെ ലൈറ്റ് തെളിച്ചു. പിന്നെ കട്ടിലിൽ കിടന്നിരുന്ന ഷീറ്റ് മാറ്റി വിരിച്ചു. അപ്പോഴേക്കും പരമേശ്വരൻ വൈദ്യനും സച്ചിദാനന്ദനും ആദിത്യനും കൂടി പഴനിയെ എടുത്തുകൊണ്ടുവന്നു. കട്ടിലിൽ കിടത്ത് ആരെയും നോക്കാതെ പ്രതീക്ഷ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തിട്ട് മാറി നിന്നു. പ്രതീക്ഷ പഴനിയുടെ നാടി പിടിച്ചു നോക്കി. സ്പന്ദനമുണ്ട്. മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇയാൾ ശരിക്കും മദ്യപിച്ചിട്ടുള്ളത് കാരണം വിഷം വേഗത്തിൽ വ്യാപിച്ചിരിക്കും. അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇയാളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ? ആരോടെന്നില്ലാതെയാണ് അവൾ ചോദിച്ചതെങ്കിലും ഉത്തരം നൽകിയത് പരമേശ്വരനാണ്. പത്തുലയം കോളനിയിലുള്ളതാണെന്ന് തോന്നുന്നു. പാമ്പ് കടിച്ചതാണെന്ന് ഇയാൾ തന്നെ പറഞ്ഞതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. പ്രതീക്ഷ മൂളി. പിന്നെ വിഷം തീണ്ടിയത് എവിടെയാണെന്ന് പരിശോധിച്ചു. പഴനിയുടെ കാൽപാദത്തിൽ ചോര ഉണങ്ങിയ പാടുകൾ അവൾ കണ്ടെത്തി. ഇനി എല്ലാവരും പുറത്തേക്കിറങ്ങണം, അവൾ പറഞ്ഞു. അവർ പുറത്തിറങ്ങിയ ഉടൻ പ്രതീക്ഷ വാതിലടച്ചു. മരുന്നുപുരയിൽ മീരയും ഈശ്വരമുത്തശ്ശിയും തുളസിയും ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് പരമേശ്വരനും സച്ചിദാനന്ദനും അപ്പോൾ തന്നെ മടങ്ങി. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. അവർ മീരയ്ക്ക് നേരെ തിരിഞ്ഞു. എന്തൊരു മനുഷ്യരാടി, നിന്റെ തന്തയാങ്ങളെയും ഒരാളെ മരണാസന്ന നിലയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പോയ പോക്ക് കണ്ടില്ലേ? എല്ലാ ഉത്തരവാദിത്വവും ഇവിടുള്ളവർക്ക് മാത്രമാണെന്ന് തോന്നുമല്ലോ. മീരയുടെ തല കുനിഞ്ഞു. അവരുടെ സ്വഭാവം മുത്തശ്ശിക്കറിയില്ലേ? ഇതുകൊണ്ട് തന്നെയാ ഞാൻ പ്രതീക്ഷയോട് പറഞ്ഞത് അയാളെ ചികിത്സിക്കണ്ടെന്ന്. ഗൂഢമായ സന്തോഷം ഉള്ളിലൊതുക്കി മീര പിൻവലിഞ്ഞു. പഴനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. ആദിത്യനും തൻ്റെ മുറിയിലേക്ക് പോയി. മുത്തശ്ശിയും തുളസിയും മരുന്നുപുരയിൽ തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും വല്ലാതെ ഉറക്കം വന്നു. ഇന്നെന്താ ഇങ്ങനെ? ഉണർന്നാൽ പിന്നീട് ഞാൻ ഉറങ്ങാറില്ലല്ലോ, അവർ പിറുപിറുത്തു. സമയം കടന്നുപോയി. പ്രതീക്ഷ വാതിൽ തുറന്ന് പുറത്തു വന്നു. കാത്തു നിന്നിരുന്നതുപോലെ പെട്ടെന്ന് മീര അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾക്ക് എങ്ങനെയുണ്ട്? പ്രതീക്ഷയുടെ മുഖം വാടി. എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസം തീരെയില്ല. മീര കേൾക്കാൻ ആഗ്രഹിച്ച മറുപടിയാണതെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് പ്രതീക്ഷ തിരിച്ചറിഞ്ഞു. മീര സൂത്രത്തിൽ വീണ്ടും അവിടെ നിന്ന് മാറി. പരമേശ്വരനെ വിളിച്ച് വിവരം പറയാനാണ് ആ പോക്കെന്ന് പ്രതീക്ഷയ്ക്കറിയാം. ഇനി നമ്മളെങ്ങനെ ഉറക്കമിളച്ചിരുന്നിട്ട് കാര്യമില്ല. പഴനി കിടന്നിരുന്ന മുറിയുടെ വാതിൽ പൂട്ടി പ്രതീക്ഷ അകത്തു മറിഞ്ഞു. പുറകെ മുത്തശ്ശിയും തുളസിയും എഴുന്നേറ്റു. തൻ്റെ മുറിയിൽ പ്രവേശിച്ചതും പ്രതീക്ഷ വാതിലടച്ച് ലോക്കിട്ട ശേഷം മറച്ചു വച്ചിരുന്ന സെൽഫോൺ എടുത്തു. അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട രംഗങ്ങൾ അവൾ പരിശോധിച്ചു. മീര മുറിയിലേക്ക് വരുന്നത് വ്യക്തമായി കാണാം. ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവൾ അലമാര തുറക്കുന്നു. താൻ സൂക്ഷിച്ചിരുന്ന പച്ചിലകൾ എടുത്തു മാറ്റിയിട്ട് വേറെ ഇലകൾ വയ്ക്കുന്നു. നേരത്തെ വിചാരിച്ചിരുന്നതാണെങ്കിലും കരുതിയിരുന്നതാണെങ്കിലും പ്രതീക്ഷ വല്ലാതെ നടുങ്ങി. മീര കൊണ്ടുവച്ച ഇലകൾ അവൾ എടുത്തു നോക്കി. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. വിഷത്തെ ഹനിക്കുന്ന മരത്തിൻ്റെ എതിർലിംഗത്തിൽപ്പെട്ട ഇലകൾ. ഇത് താൻ അയാൾക്ക് നൽകിയിരുന്നെങ്കിൽ ഉടൻ മരിച്ചു പോയേനെ. ആ ഇലകൾ ഒരു കടലാസിൽ പൊതിഞ്ഞെടുത്ത് അവൾ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇനി മീര വന്ന് നോക്കിയാൽ താൻ അതുതന്നെ ഉപയോഗിച്ചെന്ന് കരുതണം. പ്രതീക്ഷ തൻ്റെ സെൽഫോൺ വീണ്ടും പരിശോധിച്ചു. അതിൽ മീരയുടെ കോൾ വീണ്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹെഡ്സെറ്റ് എടുത്തു വെച്ച് അവൾ അതും കേട്ടു. പരമേശ്വരനെ അങ്ങോട്ട് വിളിച്ചതാണ് മീര. പറയടി മോളെ. പരമേശ്വരൻ്റെ ശബ്ദം. അയാൾ രക്ഷപ്പെടില്ലച്ച. പ്രതീക്ഷയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. മീരയുടെ ശബ്ദത്തിൽ ആഹ്ലാദത്തിൻ്റെ അലകൾ. ഭേഷ്, അയാൾ മരിച്ചെന്ന് അവൾ ഉറപ്പിച്ചു പറയുമ്പോൾ നീ എന്നെ വീണ്ടും വിളിക്കണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ശരിയച്ച. പിന്നെ അവിടെ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ജീവനുണ്ടായിരുന്നെന്നും സംസാരിക്കുമായിരുന്നെന്നും പോലീസിന് മൊഴി കൊടുക്കണം കേട്ടോ. അത് മറ്റുള്ളവർ കേട്ടാൽ എന്നോടുള്ള വിശ്വാസം പോകില്ലേ? പോലീസിന് രഹസ്യമായി മൊഴി കൊടുക്കാം. എല്ലാവരും കേൾക്കെ പറഞ്ഞാൽ നിന്റെ ജീവന് ഭീഷണിയാകുമെന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് കൂടിയാൽ ഒരാഴ്ച ആദിയെയും നമ്മൾ കൽത്തുറുങ്കിലടയ്ക്കും. പിന്നെ ആരെ പേടിക്കാനാ? അവിടുത്തെ നിലവറയും നമ്മൾ തുറക്കും. ഇനി നാളെ രാവിലെ വിളിക്കാം. ശരി. അത്രയുമാണ് ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ ഞരമ്പുകളിൽ ചോര കുതിച്ചോടി. അച്ഛനും മകളും തമ്മിൽ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തിയിരിക്കുന്നു. മീരയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലാനും ആ കവിളടക്കം ആഞ്ഞടിക്കാനും പ്രതീക്ഷയുടെ മനം വെമ്പി. പക്ഷേ അവൾ അതടക്കി. ഇനിയും പലതും അറിയാനുണ്ട്. ലൈറ്റ് അണച്ചിട്ട് പ്രതീക്ഷ കിടന്നു. പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ 4 മണി. ശബ്ദം കേൾപ്പിക്കാതെ പ്രതീക്ഷ വാതിൽ തുറന്ന് മരുന്നുപുരയിലെത്തി. കയ്യിൽ കരുതിയിരുന്ന താക്കോലെടുത്ത് പഴനിയെ കിടത്തിയിരുന്ന മുറി തുറന്നു. വാതിലടച്ചിട്ട് അകത്തെ ലൈറ്റിട്ടു.
അത്ഭുതപ്പെട്ടു പോയി അവൾ. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു പഴനി. അയാൾ അവളെ അമ്പരപ്പിൽ നോക്കി. ആരാ? ഞാനിവിടാ. മിണ്ടല്ലേ ചേട്ടാ. അവൾ ഓടി അയാളുടെ അടുത്തെത്തി. ചേട്ടനിപ്പോൾ തുകലയിൽ തറവാട്ടില്ല, രംഗനാഥൻ വൈദ്യൻ്റെ. അവൾ ഒച്ച താഴ്ത്തി. പഴനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഞാനെങ്ങനെ ഇവിടെ? ചേട്ടനെ പാമ്പ് കടിച്ചിരുന്നല്ലോ. പഴനിയുടെ മുഖം പെട്ടെന്ന് മുറുകി. കടിച്ചതല്ലല്ലോ, കടിപ്പിച്ചതല്ലേ? നടുങ്ങിപ്പോയി പ്രതീക്ഷ. ആര്? അവൾ ചോദിച്ചു. അവൻ, ആ മുനുസ്വാമി. എന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എല്ലാം പറയാം. ആദ്യം ഈ മരുന്നുകൂടി കഴിക്ക്. പ്രതീക്ഷ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ഇലച്ചാർ അയാൾക്ക് നൽകി. പഴനി അത് കുടിച്ചു. അവൾ ഒരു കസേര അയാളുടെ കട്ടിലിനടുത്തേക്ക് നീക്കിയിട്ടു. ഇനി ആദ്യം ചേട്ടന് സംഭവിച്ചതൊക്കെ വിശദമായിട്ട് പറഞ്ഞേ. പഴനിയുടെ തലച്ചോറിൽ ഇടിമിന്നൽ പൊളയും പോലെ ഓർമ്മകൾ മിന്നി. മുനിസ്വാമി, അയാളുടെ ക്രൂരമായ ചിരി, കയ്യിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്ന പാമ്പ്, തൻ്റെ ഭാര്യയെ പ്രാപിക്കാനുള്ള അവൻ്റെ ഒടുങ്ങാത്ത വെമ്പൽ. പഴനി തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം സ്വരം താഴ്ത്തി പ്രതീക്ഷയോട് വിശദീകരിച്ചു. തുടർന്ന് പ്രതീക്ഷ പഴനിയെ ഇവിടെ എത്തിച്ച കാര്യങ്ങൾ വിശദമാക്കി. പരമേശ്വരൻ വൈദ്യനും മോനും എന്തിനാ അവിടെ വന്നതെന്നും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അയാൾ തല ചൊറിഞ്ഞു. എല്ലാം നമുക്ക് തെളിയിക്കാൻ ചേട്ടാ. മുനിസ്വാമിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യാം. ചേട്ടൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ചേട്ടൻ മരിക്കുമെന്ന് ഉറപ്പാക്കിയ അവരിവിടെ കൊണ്ടുവന്നത്. അതിനുള്ള തെളിവ് ഞാൻ കേൾപ്പിക്കാം. പറഞ്ഞിട്ട് പ്രതീക്ഷ തൻ്റെ മുറിയിൽ പോയി സെൽഫോണും ഹെഡ്സെറ്റും കൊണ്ടുവന്നു. അതിൽ റെക്കോർഡ് ചെയ്തിരുന്ന സംഭാഷണം അവൾ പഴനിയെ കേൾപ്പിച്ചു. പഴനിയുടെ കണ്ണു തള്ളി. ആ വൈദ്യരും ഞാനും തമ്മിൽ യാതൊരു ഇടപാടുമില്ലായിരുന്നല്ലോ. പിന്നെന്തിനാ അയാള്? എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ചേട്ടൻ മരിച്ചില്ലല്ലോ. ഒക്കെ മലയാലപ്പുഴ അമ്മയുടെ അനുഗ്രഹമാ. പ്രതീക്ഷയുടെ ശബ്ദം പതറി. അയാളോട് ചില കാര്യങ്ങൾ കൂടി അവൾ പറഞ്ഞേൽപ്പിച്ചു. കുഞ്ഞ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം കുഞ്ഞ എൻ്റെ ദൈവം. അല്ലേ ഞാനിപ്പം മരിച്ചു കിടക്കത്തില്ലായിരുന്നോ? പ്രതീക്ഷ പുഞ്ചിരിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ ചേട്ടൻ കിടന്നു. അവൾ മുറി പൂട്ടി ഇറങ്ങി. നേരം പുലർന്നു. അല്പമൊന്നോ മയങ്ങിപ്പോയ പ്രതീക്ഷ ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് ഉണർന്നത്. അവൾ വേഗം വിരലുകൾ കൊണ്ട് കണ്ണുകളിൽ അമർത്തി തടവി. ശേഷം കണ്ണാടിയിൽ നോക്കി. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ടാൽ കരയുകയായിരുന്നെന്ന് തോന്നും. അവൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ മീര, അവൾക്ക് പിന്നിൽ തുളസിയും ഈശ്വരി മുത്തശ്ശിയും. എന്താ? വിതുമ്പൽ കടിച്ചമർത്തുന്നതായി അഭിനയിച്ചുകൊണ്ട് പ്രതീക്ഷ ചോദിച്ചു. ആ മനുഷ്യന് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? അയാൾ രക്ഷപ്പെട്ടാൽ ഭാഗ്യമല്ലേ? മീരയാണ് സംസാരിച്ചത്. ഇനി നോക്കേണ്ട കാര്യമില്ല. പ്രതീക്ഷയോടെ ഒച്ച താഴ്ന്നു. വെളുപ്പിന് ഞാൻ പോയി നോക്കി. എന്നിട്ട്? മീരയ്ക്ക് ജിജ്ഞാസ. അയാൾ മരിച്ചു. പ്രതീക്ഷ മുഖം കുനിച്ചു. എൻ്റെ ദേവി! അത് കേട്ട് മുത്തശ്ശി നെഞ്ചിൽ കൈവച്ചു. തുളസി ശിലയായി നിന്നു. എന്നെ അയാളെ ഒന്ന് കാണിക്കാമോ? മീര വിടുന്ന ലക്ഷണമില്ല. വേണ്ട. ചുണ്ടുകടിച്ചുകൊണ്ട് പ്രതീക്ഷ ശിരസ് ഇടംവലം വെട്ടിച്ചു. തുടർന്ന് മീരയുടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ചു. എന്നെ രക്ഷിക്കാൻ മീരയ്ക്കേ കഴിയൂ. മീരയുടെ നെറ്റി ചുളിഞ്ഞു. എങ്ങനെ? മീര അച്ഛനോടും ആങ്ങളയോടും പറയണം. അയാളെ എവിടെ എത്തിച്ച കാര്യം ആരോടും പറയരുതെന്ന്. എന്നിട്ട്? അതെനിക്കറിയത്തില്ല. അയാളുടെ ശവം ഇവിടുന്ന് പോലീസ് എടുത്താൽ അച്ഛനെപ്പോലെ ഞാനും ജയിലിലാവും. മീര സഹായിക്കണം. പക്ഷേ ശവം എന്തു ചെയ്യും? ഈ പകൽ അതിവിടെ കിടക്കട്ടെ. രാത്രിയിൽ എവിടെയെല്ലാം കൊണ്ടുപോയി കളയാം. മീരയുടെ കാറിൽ കൊണ്ടുപോകാം. മീരയിലുണ്ടായ ഞെട്ടൽ ആ കൈപ്പത്തിയിൽ നിന്ന് പ്രതീക്ഷ തിരിച്ചറിഞ്ഞു. ആരെങ്കിലും അറിഞ്ഞാലോ പ്രതീക്ഷേ? അറിയാതിരിക്കാനാ പരമേശ്വരൻ അങ്കിളിനോടും സച്ചിയോടും സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മറ്റാർക്കും ഈ വിവരം അറിയില്ലല്ലോ. മീര ചിന്തിച്ചു നിന്നു. പിന്നെ പ്രതീക്ഷയുടെ കൈപ്പത്തിയിൽ നിന്ന് വലിച്ചൂരിയെടുക്കും പോലെ തൻ്റെ കൈകളെടുത്തു. ഞാൻ അവരോട് സംസാരിക്കാം. അവൾ തിടുക്കത്തിൽ തൻ്റെ മുറിയിലേക്കോടി. മോളെ! വിറയലോടെ തുളസി നാവനക്കി. വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ലമ്മേ. ജയിൽവാസം അനുഭവിക്കാനാണ് എനിക്ക് യോഗമെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ, അവൾ പറഞ്ഞു. ഈശ്വരി മുത്തശ്ശി വീഴും പോലെ ഒരു കസേരയിലേക്കിരുന്നു. ഊന്നുവടി അവർ തറയിൽ ആഞ്ഞുകുത്തി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ടപ്പോൾ പ്രതീക്ഷയ്ക്ക് സങ്കടം വന്നു. എങ്കിലും ഒരു സൂചന പോലും അവൾ നൽകിയില്ല. മീരയിൽ നിന്നും വിവരമറിഞ്ഞ ആദിത്യൻ പാഞ്ഞു വന്നു. ഞാൻ കേട്ടത് നേരാണോടി? അവൻ ചീറി. പ്രതീക്ഷ മിണ്ടാതെ തലകുനിച്ചു. ചികിത്സയ്ക്കിറങ്ങരുതെന്ന് ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ? അവൾക്ക് മറുപടിയില്ല. ഇനി അനുഭവിക്കാനുള്ളത് സ്വയം അനുഭവിച്ചോണം. എന്നെ ഇതിലേക്കൊന്നും വലിച്ചിട്ടേക്കരുത്. തറ ചവിട്ടിക്കുലുക്കി ആദിത്യൻ വെട്ടിത്തിരിഞ്ഞുപോയി. മീര അപ്പോൾ തൻ്റെ അച്ഛനെ വിളിച്ച് സന്തോഷത്തോടെ ഇക്കാര്യം പറയുകയായിരുന്നു. സമയം 10 മണി. തുകലയിൽ തറവാട്ടിൽ അന്ന് അടുക്കളയിൽ തീ കത്തിച്ചില്ല. ആർക്കും വിശപ്പില്ലായിരുന്നു.
മീര പറഞ്ഞതനുസരിച്ച് ആദിത്യൻ തൻ്റെ ബൈക്കിൽ മലയാലപ്പുഴ ക്ഷേത്രത്തിനടുത്തേക്ക് പോയി. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും മുട്ട റോസ്റ്റും പാഴ്സലായി വാങ്ങിക്കൊണ്ടുവന്നു. ആദിത്യൻ്റെ മുറിയിലിരുന്ന് ഇരുവരും കഴിക്കുകയും ചെയ്തു. അയാളുടെ ശവം എന്തു ചെയ്യാനാ മീരെ അവളുടെ പരിപാടി? എനിക്കറിയത്തില്ല. മീര കൈമലർത്തി. എന്നോട് പറഞ്ഞത് നമ്മുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി രാത്രിയിൽ എവിടെയെങ്കിലും കളയാമെന്ന. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ കാറിൽ ശവം കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അക്കാര്യം ആദിയേട്ടൻ തന്നെ അവളോട് പറഞ്ഞേക്കണം. വെറുതെ നമ്മളും കൂടി പുലിവാല് പിടിക്കും. എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും വയ്യ. പിന്നെ ഞാനതിന് കൂട്ടുനിൽക്കുമോ? ഒരിക്കലുമില്ല. അവൻ ഉറപ്പു കൊടുത്തു. മീരയ്ക്ക് സന്തോഷമായി. അവനെ കെട്ടിപ്പിടിച്ച് അവൾ ആ കവിളിൽ ചുണ്ടമർത്തി. ആദിത്യൻ കോരിത്തരിച്ചു. അവൻ്റെ കൈകൾ അവളെയും വരിഞ്ഞു മുറുക്കി. ഇരുവരും കട്ടിലിലേക്ക് മറിഞ്ഞു. പിന്നെ മതി. ഒരു ശവം കിടക്കുന്ന വീടാ ഇത്. മീരയുടെ ഓർമ്മപ്പെടുത്തലിൽ ആദിത്യൻ്റെ കൈകൾ അയഞ്ഞു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടി. ആദിത്യനിൽ നിന്നകന്ന് മീര ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് തളർന്ന അവശയായതുപോലെ പ്രതീക്ഷ നിന്നിരുന്നു. ചോദ്യഭാവത്തിൽ മീര അവളെ നോക്കി. പരമേശ്വരൻ അങ്കിളിനോട് സംസാരിച്ചോ? അദ്ദേഹം എന്തു പറഞ്ഞു? അങ്ങനെ തീർത്തൊന്നും പറഞ്ഞില്ല. ആലോചിക്കട്ടെന്ന്. കുറെ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നിട്ട് പ്രതീക്ഷ പിൻവാങ്ങി. മീരയുടെ മുഖത്ത് ക്രൂരമായ ഒരാനന്ദം തെളിഞ്ഞു. പ്രസിദ്ധ വിഷകാരി. അവൾ പല്ലിഞ്ഞെരിച്ചു. പ്രതീക്ഷ തിരികെ വന്ന മരുന്നുപുരയിൽ ഈശ്വരി മുത്തശ്ശിയുടെ അടുത്തിരുന്നു. മുത്തശ്ശിയുടെ വിറപ്പൂണ്ട വിരലുകൾ പ്രതീക്ഷയുടെ തോളിൽ അമർന്നു. നിനക്ക് തെറ്റുപറ്റിയതാണോ മോളെ? അതോ? അവർ പൂർത്തിയാക്കും മുൻപ് തറവാടിനു മുന്നിൽ വാഹനങ്ങൾ ഇരച്ചു വന്ന് ബ്രേക്കിടുന്ന ശബ്ദം കേട്ടു. ആരോ വന്നു. പ്രതീക്ഷ ചാടി എഴുന്നേറ്റ് പൂമുഖത്തേക്ക് വന്നു. അപ്പോഴേക്കും മീരയും ആദിത്യനും അവിടെ എത്തി. മുന്നിൽ പോലീസിന്റെ ബൊലേറോയും അതിനു പിന്നിൽ പരമേശ്വരന്റെ സ്കോർപ്പിയോയും. ഞാൻ എന്തു ചെയ്യാനാ പ്രതീക്ഷേ? അച്ഛൻ. മീര മന്ത്രിച്ചു. അവൾ ബാക്കി പറയും മുൻപ് പ്രതീക്ഷ കൈ ഉയർത്തി. ഇനിയൊക്കെ വിധി പോലെ. ഉപ്പു തിന്നാൽ വെള്ളം കുടിച്ചല്ലേ പറ്റൂ. ബൊലേറോയിൽ നിന്ന് SI സക്കീർ മുഹമ്മദും പോലീസുകാരും ഇറങ്ങി. സ്കോർപ്പിയോയിൽ നിന്ന് പരമേശ്വരനും സച്ചിദാനന്ദനും. ആദിത്യൻ സക്കീർ മുഹമ്മദിന്റെ അരികിലേക്ക് ചെന്നു. സർ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. പരുഷമായിരുന്നു SIയുടെ ശബ്ദം. തുടർന്ന് അയാൾ പരമേശ്വരന്റെ നേർക്ക് തിരിഞ്ഞു. താൻ പറയ്. സർ. പരമേശ്വരൻ മുന്നോട്ട് വന്നു. ഇന്നലെ രാത്രിയിൽ പാമ്പ് കടിച്ച ഒരാളെ ഞങ്ങളാ ഇവിടെ കൊണ്ടുവന്നത്. അയാൾ നിർബന്ധം പിടിക്കുകയായിരുന്നു ഇവിടെ തന്നെ ചികിത്സിച്ചാൽ മതിയെന്ന്. എന്നിട്ട്? SI കയ്യിലിരുന്ന കെയിനിൽ വിരലൊടിച്ചു. ഇന്ന് ഞാൻ ചോദിച്ചിട്ട് ഇവിടെയാരും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട് സർ. SI അമർത്തിമോളി. വാതിൽക്കൽ ഈശ്വരി മുത്തശ്ശിയും തുളസിയും എത്തിയിരുന്നു. ആരാ ചികിത്സിച്ചത്? ഇവിടുത്തെ വൈദ്യൻ ജയിലിലല്ലേ? സക്കീർ മുഹമ്മദ് ഓരോരുത്തരെയും മാറി മാറി ശ്രദ്ധിച്ചു. ഞാനാണ് സർ. പ്രതീക്ഷ മുന്നോട്ട് നീങ്ങി നിന്നു. എന്നിട്ട് അയാളിവിടെ? പ്രതീക്ഷ മിണ്ടിയില്ല. ചോദ്യം നിന്നോട് തന്നെയാ. SIയുടെ ശബ്ദം മുറുകി. കൊന്നു കാണും സാറേ. മറുപടി പറഞ്ഞത് പരമേശ്വരനാണ്. ഇവൾക്കൊക്കെ ചികിത്സിക്കാൻ അറിയാമോ? താൻ മിണ്ടണ്ട. SI ശാസിച്ചു. എന്നിട്ട് വീണ്ടും പ്രതീക്ഷയിലേക്ക് നോട്ടം മാറ്റി. അയാൾ എവിടെയുണ്ട്? അപ്പുറത്ത് മുറിയിൽ. അവൾ മന്ത്രിച്ചു. അങ്ങോട്ട് നടക്ക്. പ്രതീക്ഷയെയും കൂട്ടിക്കൊണ്ട് SI സക്കീർ മുഹമ്മദ് തറവാടിന്റെ പുറകിലേക്ക് ചെന്നു. ഈശ്വരി മുത്തശ്ശി കട്ടിലപ്പടിയിൽ അള്ളിപ്പിടിച്ചു. തുളസി പൊട്ടിക്കരഞ്ഞു. മീര പുഞ്ചിരിയോടെ തന്റെ അച്ഛനെയും സഹോദരനെയും നോക്കി. പിന്നെ അവർ മൂവരും കൂടി പോലീസിന്റെ പുറകെ പോയി, പ്രതീക്ഷയുടെ കൈകളിൽ വിലങ്ങു വീഴുന്നത് കാണാൻ. അധ്യായം 42. മരുന്നുപുരയോട് ചേർന്നുള്ള മുറിക്ക് മുന്നിൽ പ്രതീക്ഷ നിന്നു. തുറക്ക്. SI സക്കീർ മുഹമ്മദ് കൽപ്പിച്ചു. പ്രതീക്ഷ ഒന്ന് തിരിഞ്ഞു നോക്കി. വിജയഭാവത്തിൽ നിൽക്കുകയാണ് പരമേശ്വരനും സച്ചിദാനന്ദനും. അവർക്ക് തൊട്ടുപിന്നിൽ ആദിത്യനും മീരയും. ആദിത്യന്റെ മുഖത്തുപോലും തന്നോട് ഒരിറ്റ് സ്നേഹം പ്രകടമാകുന്നില്ലെന്ന് പ്രതീക്ഷ തിരിച്ചറിഞ്ഞു. പൊടുന്നനെ 5 സെന്റ് കോളനിയിൽ നിന്ന് കർണനടക്കം കുറെ പേരും അങ്ങോട്ട് വന്നു. നിന്നോട് വാതിൽ തുറക്കാനല്ലേടി പറഞ്ഞത്? സക്കീർ മുഹമ്മദ് അക്ഷമനായി. പ്രതീക്ഷ താക്കോലെടുത്ത് താഴെ തുറന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടെന്ന് മീരയ്ക്ക് തോന്നി. വാതിൽ തുറന്നിട്ട് അകത്ത് കയറിയ പ്രതീക്ഷ ലൈറ്റ് തെളിച്ചു. ഏവരും ആകാംക്ഷയോടെ എത്തിനോക്കി. കട്ടിലിൽ നീണ്ടു നിവർന്ന് തലവഴി മൂടിപ്പൊതിച്ചു കിടക്കുന്ന ഒരു മനുഷ്യരൂപത്തെ ഏവരും കണ്ടു. SIയും സംഘവും അകത്തു കയറി. കൂട്ടത്തിൽ പരമേശ്വരനും. പഴനിയുടെ ശരീരം മരവിച്ചു കഴിഞ്ഞെന്ന് പരമേശ്വരൻ ഉറപ്പിച്ചു. ആ പുതപ്പ് മാറ്റ്. SI പ്രതീക്ഷയെ നോക്കി. അവൾ പക്ഷെ അനങ്ങിയില്ല. ഞാൻ മാറ്റിക്കാണിക്കാൻ സാറേ. മറുപടിക്ക് കാക്കാതെ പരമേശ്വരൻ ആവേശത്തോടെ മുന്നോട്ട് കുതിച്ചു. എന്നിട്ട് മനുഷ്യരൂപത്തിന്റെ ശിരസിൽ നിന്ന് പുതപ്പ് വലിച്ചു നീക്കി. പരമേശ്വരനിൽ നിന്ന് അമ്പരപ്പിന്റെ ഒരു ശബ്ദമുയർന്നു. ആ അമ്പരപ്പ് SIയിലേക്കും പോലീസുകാരിലേക്കും പടർന്നു.
കട്ടിലിൽ പഴനിയില്ല. തലയിണകൾ ചേർത്തുവെച്ച് ഒരു മനുഷ്യരൂപം പോലെ തോന്നിപ്പിച്ചതാണ്. എന്തിയടി പഴനി? ആദ്യത്തെ മരവിപ്പ് മാറിയപ്പോൾ പരമേശ്വരൻ പ്രതീക്ഷയോട് ചീറി. പഴനിയോ? അതൊരു സ്ഥലമല്ലേ? തമിഴ്നാട്ടിലെ? പ്രതീക്ഷ ചുണ്ടുകൊട്ടി. ഞാൻ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന ആളിനെക്കുറിച്ചാ ചോദിച്ചത്. പരമേശ്വരൻ കൈ ചൂണ്ടി. അങ്കിൾ ആരെ ഇവിടെ കൊണ്ടുവന്നു? പ്രതീക്ഷ കൈമലർത്തി. എനിക്കറിയത്തില്ലല്ലോ. ദേ, നീ വേലയിറക്കല്ലേ. അയാളുടെ മുഖം ചുവന്നു. ഇപ്പോൾ SI സക്കീർ മുഹമ്മദിനും സംശയമായി. അല്പം മുൻപ് താൻ ആ മനുഷ്യനെ ചികിത്സിച്ചെന്നും അയാൾ ഇതിനുള്ളിലുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് പ്രതീക്ഷ. അങ്കിളിന് ചിത്തഭ്രമം വല്ലതുമുണ്ടോ? ആരെയും ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. പ്രതീക്ഷ പരിഹസിച്ചു. ഞാനും സച്ചിയും കൂടി അല്ലേടി പഴനിയെ ഇവിടെ കൊണ്ടുവന്നത്. അതിനാരെങ്കിലും സാക്ഷിയുണ്ടോ? ഞാനുണ്ട്. പെട്ടെന്ന് മീര മുന്നോട്ട് വന്നു. എൻ്റെ അച്ഛനും ഏട്ടനും കൂടി പാമ്പുകടിയേറ്റ ഒരാളെ ഇവിടെ കൊണ്ടുവന്നു സാറേ. അല്ലെങ്കിൽ ദേ ഈ ആദിയേട്ടനോട് ചോദിക്ക്, അവൾ SIയോട് പറഞ്ഞു. സക്കീർ മുഹമ്മദിൻ്റെ നോട്ടം ആദിത്യനിലായി. അവൻ പതറി. താൻ സഹോദരിയുടെ കൂടെ നിൽക്കണോ അതോ? നേരാണോ ആദി? SIയുടെ നോട്ടം അവനിലേക്ക് നീണ്ടു. ആദിത്യൻ നിന്ന് പുകഞ്ഞു. പെട്ടെന്ന് പ്രതീക്ഷ SIയോട് പറഞ്ഞു. കണ്ടോ സാറേ, ആദിയേട്ടൻ പരുങ്ങുന്നത്. കള്ളം പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ ഈ പരമേശ്വരൻ അങ്കളും മക്കളും ചേർന്ന് നാടകം കളിക്കുക, എന്നെ കുരുക്കാൻ. മിസ്റ്റർ പരമേശ്വരൻ. SIയുടെ ശബ്ദം മുറുകി. നിങ്ങൾ 3 പേർക്കല്ലാതെ ആർക്കറിയാം പഴനി എന്ന ആളിനെ ഇവിടെ കൊണ്ടുവന്നെന്ന്? പരമേശ്വരൻ കുഴങ്ങി. മുൻസ്വാമിയുടെ പേര് പറയാൻ കഴിയില്ല. അയാൾ പെട്ടെന്നോർത്തു. ഇവിടുത്തെ മുത്തശ്ശിക്കും തുളസിക്കും അറിയാം സാറേ. SI ഇരുവരെയും വിളിപ്പിച്ചു. എന്നാൽ മുറിയിൽ നടന്ന സംഭാഷണം കേട്ടിരുന്നതിനാൽ അവരും നിഷേധിച്ചു. ഈ പഴനിയുടെ വീട്ടുകാർക്ക് വിവരമറിയില്ലേ? പരമേശ്വരനോടായിരുന്നു SIയുടെ ചോദ്യം. വഴിയിൽ വെച്ചാ സാറേ പഴനിയെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വീട്ടിലറിയിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ശബ്ദം പതറി. പിന്നെ നേരം പുലർന്നിട്ടും അറിയിക്കാതിരുന്നതെന്താ? പരമേശ്വരന് അതിന് മറുപടിയില്ല. പൊടുന്നനെ വെളിയിൽ നിൽക്കുന്ന കർണനെയും കൂട്ടരെയും മീര ശ്രദ്ധിച്ചു. അവളുടെ തലച്ചോറിൽ ഒരാശയം എണ്ണി. ഇൻസ്പെക്ടർ സാറേ, പഴനി ഇവിടെ വെച്ച് മരിച്ചെന്നുള്ളത് നേരാ. പ്രതീക്ഷ അല്പം മുൻപും അത് ഞങ്ങളോട് സമ്മതിച്ചിരുന്നു. ഇന്ന് രാത്രി ശവം എൻ്റെ കാറിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ദേ, ആ പുറത്തു നിൽക്കുന്നവർ പ്രതീക്ഷയുടെ ഇഷ്ടക്കാരാ. അവരെ ഉപയോഗിച്ച് ശവം മാറ്റിക്കാണും, ഉറപ്പ്. SI മുറിയിൽ നിന്നിറങ്ങി കർണനെയും മറ്റും കൈ കാണിച്ചു വിളിച്ചു. ഇവിടുന്ന് നിങ്ങൾ ശവം മാറ്റിയോ? ഇല്ല സാർ, കർണൻ പറഞ്ഞു. കള്ളം പറയരുത്. കള്ളമല്ല സാർ, നേരാ. ഒട്ടും കൂസലില്ലാതെ കർണൻ തലയുയർത്തി നിന്നു. പക്ഷേ ജീവനുള്ള ഒരാൾ ഇവിടുന്ന് ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു. SIയുടെ നെറ്റി ചുളിഞ്ഞു. ആര്? ഞാനാ സാറേ. അടുത്ത നിമിഷം ആൾക്കാരുടെ പിന്നിൽ നിന്ന ഒരു സ്വരം. ഏവരും അവിടേക്ക് തിരിഞ്ഞു. ഒരു ദീർഘകായൻ മുന്നോട്ട് വന്നു. പഴനി. പരമേശ്വരൻ്റെ ചുണ്ടു വിറച്ചു. എടാ നീ. ഞാൻ ചാകണം, അതായിരുന്നല്ലോ നിങ്ങളുടെ ആഗ്രഹം. അയാൾ SI സക്കീർ മുഹമ്മദിൻ്റെ നേരെ തിരിഞ്ഞു. സാറേ, എന്നെ വിഷം തീണ്ടിയതും ഇവരിവിടെ കൊണ്ടുവന്നതും നേരാ. ഞാൻ ചാകാൻ വേണ്ടി തന്നെയാ ഇവരങ്ങനെ ചെയ്തത്. ചികിത്സ ചെയ്ത് എന്നെ രക്ഷിച്ച ശേഷം രാവിലെ ഈ കർണനെയും മറ്റും വിളിച്ചു വരുത്തി എന്നെ അവർക്കൊപ്പം പറഞ്ഞുവിട്ടത് പ്രതീക്ഷക്കുഞ്ഞാ. എന്തിന്? SI കെയിനിൽ പിടിമുറുക്കി. മറുപടി നൽകിയത് പ്രതീക്ഷയാണ്. ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് സാർ ഈ പരമേശ്വരനങ്ങളുടെയും മോൻ്റെയും കയ്യിൽ. അവരോട് സാറ് ചോദിക്ക്, പഴനിയെ എവിടുന്നാ കിട്ടിയതെന്നും അർദ്ധരാത്രി ഇവരെന്തിനാ ആ വഴി പോയതെന്നും. അത് തെളിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. സാർ പൊറുക്കണം. അവൾ കൈകൂപ്പി. പരമേശ്വരനും സച്ചിദാനന്ദനും കുടുകൂടെ വേർത്തു. പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങൾ SI പരമേശ്വരനോട് തിരക്കി. അതു പിന്നെ ഒരു പേഴ്സണൽ കാര്യമാ സാറേ, അതിനാ പോയത്. പരമേശ്വരൻ വല്ല വിധേനയും നാവനക്കി. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. സക്കീർ മുഹമ്മദിൻ്റെ ശബ്ദം മുറുകി. പരമേശ്വരൻ്റെ ശിരസ് താണു. SIയുടെ നോട്ടം വീണ്ടും പഴനിയിലേക്ക് മാറി. ശരിക്കും എന്താടോ അവിടെ നടന്നത്? തനിക്ക് ഓർമ്മയുള്ള അത്രയും കാര്യങ്ങൾ പഴനി പറഞ്ഞു. SI അമ്പരന്നു. അയാൾ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. ആ മുനിസ്വാമിയെ പൊക്കണം. പാമ്പുകളെയും 2 പേർ ഇവിടെ നിൽക്ക്. പരമേശ്വരനും മകനും ഒരിടത്തേക്കും പോകാനോ ആർക്കും ഫോൺ ചെയ്യാനോ പാടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാറേ. കർണനും സംഘവും പരമേശ്വരനെയും സച്ചിദാനന്ദനെയും വളഞ്ഞു നിന്നു. സത്യം ഞങ്ങൾക്കും അറിയണം സാറേ. SI അമർത്തി മൂളി. പിന്നെ 2 പോലീസുകാരെയും കൂട്ടി 10 ലയം കോളനിയിലേക്ക് പുറപ്പെട്ടു. എടി പെണ്ണെ, നീ ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോടി. ഈശ്വരി മുത്തശ്ശി വടികുത്തി പ്രതീക്ഷയുടെ അടുത്തെത്തി. ശേഷം അവളെ ഗാഠം പുണർന്നു. തുളസിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തൂവി. മീര മാത്രം ഇനി എന്ത് എന്ന ഭാവത്തിൽ തൻ്റെ അച്ഛനെയും സഹോദരനെയും നോക്കി ചോര പറ്റിപ്പോയ മുഖവുമായി നിൽക്കുകയായിരുന്നു അവർ.
ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായ ആദിത്യൻ അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞു പോയി. പത്തുലയം കോളനി അമ്മൻകോവിൽ ക്ഷേത്രത്തിന് സമീപം ബൊലേറോ നിർത്തിയിട്ട് എസ് ഐ സക്കീർ മുഹമ്മദും സംഘവും ഇറങ്ങി. അവിടെയപ്പോൾ ചെറിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. എന്താ ഇവിടെ? ആരോടൊന്നില്ലാതെ എസ് ഐ തിരക്കി. സാറേ, ഈ പാഞ്ചാലിയുടെ ഭർത്താവിനെ ഇന്നലെ മുതൽ കാണാനില്ല. ഞങ്ങളീ സ്ഥലം മുഴുവൻ തെരഞ്ഞിട്ട് വരുക. സക്കീർ മുഹമ്മദ് പാഞ്ചാലിയെ നോക്കി. പഴനിയെന്നാണോ ഭർത്താവിൻ്റെ പേര്? ആന്നു സാറേ. പാഞ്ചാലിയുടെ ഉള്ളിൽ ഒരു തീക്കുണ്ടം എരിഞ്ഞു. നിങ്ങളിവിടെ നിൽക്ക്. ഈ മുനിസ്വാമിയുടെ വീട് ഏതാ? അവിടെ സാറേ, കാണിച്ചു തരാം. ഒരു ചെറുപ്പക്കാരൻ വഴികാട്ടിയായി ഇടവഴിയിലൂടെ മുന്നിൽ നടന്നു. വീട്ടിലിരുന്ന് പരമേശ്വരൻ കൊടുത്ത മദ്യക്കുപ്പികളിൽ ഒരെണ്ണം തുറന്ന് വായിലേക്ക് കമഴ്ത്തുകയായിരുന്നു മുനിസ്വാമി. വാതിൽക്കൽ കാൽപ്പെരുമാറ്റം കേട്ട് അയാൾ തലയുയർത്തി. പോലീസിനെ കണ്ടതും കുപ്പി അയാളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. കുപ്പിച്ചില്ലുകളും മദ്യവും തറയിൽ പരന്നു. മുനിസ്വാമി, അല്ലേടാ. എസ് ഐ 2 ചുവട് മുന്നോട്ട് വെച്ചിട്ട് മുറിയാകെ ഒന്ന് പരതി നോക്കി. തറയിലിരിക്കുന്ന മദ്യത്തിൻ്റെ വലിയ കവർ കണ്ട് അയാൾ നെറ്റി ചുളിച്ചു. ഇതെവിടുന്നാടാ ഇത്രയും മദ്യം? മുനിസ്വാമി പകച്ചു. എങ്കിലും അറിയിച്ചോ. ഞാൻ വാങ്ങിച്ചതാ സാറേ. ഇത്രയും ഒന്നിച്ചോ? അതെ. അതെങ്ങനെയാടാ ഒരാൾക്ക് 3 ലിറ്ററിൽ കൂടുതൽ മദ്യം കിട്ടുന്നത്? ഇതിൻ്റെ ബില്ലിങ് എടുത്തേ. മുനിസ്വാമി കുഴങ്ങി. അത് ഒരാൾ തന്നതാ സാറേ. ആര്? ആ പേര് പറയാൻ മുനിസ്വാമി മടിച്ചു. സക്കീർ മുഹമ്മദ് കൈവീശി ഒന്ന് പൊട്ടിച്ചു. മുനിസ്വാമിയുടെ കവിളടക്കം. അയാൾ നിലവിളിച്ചു. എനിക്ക് പരമേശ്വരൻ വൈദ്യന സാറേ ഇത് തന്നത്. സക്കീർ മുഹമ്മദിൻ്റെ മുഖത്തൊരു ചിരിമിന്നി. എന്ത് സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പാരിതോഷികമാടാ ഇത്? മറുപടി പറയാൻ മുനിസ്വാമി ഭയന്നു. പഴനി മരിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ കരുതി. ചോദിച്ചത് കേട്ടില്ലേടാ? ഒരു തവണ കൂടി എസ് ഐയുടെ കൈത്തലം ചീറി വന്നു. ഇനി തല്ലല്ലേ സാറേ, ഞാനെല്ലാം പറയാം. മുനിസ്വാമി അടിമുടി വിറച്ചു. തുടർന്ന് സംഭവിച്ചതെല്ലാം ഒന്നും വിട്ടുപോകാതെ പറഞ്ഞു. പോയി പാമ്പിനെ കൊണ്ടുവാടാ, എസ് ഐ നിർദ്ദേശിച്ചു. മുനിസ്വാമിക്കൊപ്പം പോലീസുകാരും പോയി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ 2 കൂടകളുമായി മുനിസ്വാമി മടങ്ങിയെത്തി. പാമ്പുകളും മദ്യ കേസുമായി പോലീസ് സംഘം മുനിസ്വാമിയെ ബൊലേറയ്ക്കടുത്ത് എത്തിച്ചപ്പോൾ പത്തുലയം കോളനിയിലെ ഭൂരിഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മുനിസ്വാമിയെ പോലീസ് വാഹനത്തിൽ കയറ്റി. എന്നിട്ട് ജനങ്ങളോടായി എസ് ഐ സക്കീർ മുഹമ്മദ് പറഞ്ഞു. പഴനിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആരും പരിഭ്രമിക്കേണ്ട. പാഞ്ചാലിക്കും ഞങ്ങൾക്കൊപ്പം വരാം. സന്തോഷത്തോടെ പാഞ്ചാലിയും ബൊലേറയിൽ കയറി. അവളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ലാതെ മുനിസ്വാമി തലകുനിച്ചിരുന്നു. പിന്നോട്ടെടുത്ത് തിരിച്ച ബൊലേറോ തിരികെ നീങ്ങി. തുകലയിൽ തറവാട്. വാർത്ത കേട്ടറിഞ്ഞ് മുക്കുഴി ജംഗ്ഷനിലും 5 സെന്റ് കോളനിയിലും നിന്ന് ധാരാളം ആളുകൾ തറവാടിൻ്റെ മുന്നിൽ തടിച്ചുകൂടി. അവരുടെ പരിഹാസ ശരങ്ങൾക്ക് മുന്നിൽ പരമേശ്വരൻ വൈദ്യനും സച്ചിദാനന്ദനും തലകുനിച്ചു നിന്നു. മീര ആദിത്യൻ്റെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ബൊലേറോ വീണ്ടും തറവാട് മുറ്റത്തെത്തിയപ്പോൾ ജനം പെട്ടെന്ന് നിശബ്ദരായി. വാഹനത്തിൽ നിന്ന് പോലീസിനോടൊപ്പം വിലങ്ങണിഞ്ഞ നിലയിൽ മുനിസ്വാമിയെ ആദ്യമിറക്കി. അടുത്ത നിമിഷം സക്കീർ മുഹമ്മദ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് മലയാലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാർ എത്തി. അവർ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു നിർത്തി. ചേട്ടാ. പഴനിയെ കണ്ടതും പാഞ്ചാലി ഒരു നിലവിളിയോടെ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എവിടായിരുന്നു രാത്രിയിൽ? ഞാൻ എന്തു വിഷമിച്ചെന്നറിയാമോ? പഴനി അവളുടെ തോളിൽ മൃദുവായി തട്ടി. പിന്നെ പ്രതീക്ഷയ്ക്ക് നേരെ ആംഗ്യം കാണിച്ചു. ആ കുഞ്ഞുണ്ടായിരുന്നത് നന്നായി. അല്ലേൽ ഞാനിപ്പം ജീവനോടെ കാണില്ലായിരുന്നു. കൃതജ്ഞത നിറഞ്ഞ ഭാവത്തിൽ പാഞ്ചാലി പ്രതീക്ഷയെ നോക്കി. മുനിസ്വാമിയെ കണ്ട് പരമേശ്വരനും സച്ചിദാനന്ദനും കൂടുതൽ പരിഭ്രാന്തരായി. എസ് ഐ അവരുടെ അടുത്തേക്കെത്തി. മുനിസ്വാമി, എല്ലാം പറഞ്ഞു പരമേശ്വര. പ്രേരണാകുറ്റം കുറ്റകൃത്യം പോലെ തന്നെ ശിക്ഷാർഹമാണ്. ഇനി 2 പേർക്കും ഞങ്ങൾക്കൊപ്പം വരാൻ പ്രയാസമുണ്ടോ? പരമേശ്വരൻ്റെയും മകൻ്റെയും നാവനങ്ങിയില്ല. ആ സമയം ചില ചാനൽ പ്രവർത്തകർ അവിടെയെത്തി. സർ, എന്താണുണ്ടായതെന്ന് പറയാമോ? റിപ്പോർട്ടർ എസ് ഐയുടെ മുന്നിലേക്ക് മൈക്ക് നീട്ടിപ്പിടിച്ചു. ഇതൊരു കൊടുംചതിയുടെ കഥയാണ്. തുടർന്ന് പരമേശ്വരൻ മുനിസ്വാമിയെ കൂട്ടുപിടിച്ച് നടത്തിയ ചതിയുടെ ലഘുവിവരണം എസ് ഐ നൽകി. കേട്ടുനിന്ന ജനക്കൂട്ടം അത് കേട്ട് അമ്പരന്നു. അപ്പനെയും മോനെയും വലിച്ചു കീറണം. ജനങ്ങൾ കടന്നൽ കൂട്ടങ്ങൾ കണക്കെ ഇളകി. ഏയ് നോ. പോലീസ് വല്ല വിധേനയും അവരെ തടഞ്ഞു. വളരെ വേഗത്തിൽ പരമേശ്വരനെയും സച്ചിദാനന്ദനെയും മുനിസ്വാമിയെയും അവർ പോലീസ് വാഹനത്തിലാക്കി. പ്രതീക്ഷ എസ് ഐയുടെ അടുത്തേക്ക് ചെന്നു. സർ. എന്താ? സക്കീർ മുഹമ്മദ് ചോദിച്ചു. ചതിയുടെ ചങ്ങല ഇവിടെ തീരുന്നില്ല സർ. പിന്നെ? അയാൾ നെറ്റി ചുളിച്ചു. സർ, അറിയാത്തതും ഞാൻ പറയാത്തതുമായ കാര്യങ്ങൾ ഇനിയുമുണ്ട്.
എൻ്റെ അച്ഛനും ഇത്തരം ചതിക്കുഴിയിൽ വീണതാ. ഞാൻ സാറിനെ കാണാൻ വരാം. അപ്പോൾ ബാക്കിയൊക്കെ വ്യക്തമാക്കാം. ഓക്കെ, സക്കീർ മുഹമ്മദ് സമ്മതിച്ചു. പോലീസ് സംഘവും ചാനൽ പ്രവർത്തകരും മടങ്ങി. ജനക്കൂട്ടവും പതിയെ പിരിഞ്ഞു തുടങ്ങി. പഴനി പ്രതീക്ഷയുടെ മുന്നിലെത്തി. ഇനി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ കുഞ്ഞെ? വേണമെന്നില്ല, പക്ഷേ വിശ്രമിക്കണം. 3-4 ദിവസത്തേക്ക് വെയിൽ കൊള്ളണ്ട. കുറച്ച് മരുന്നുകൾ കൂടി ഞാൻ തരാം, അത് കൃത്യമായി കഴിക്കണം. പഴനിയും പാഞ്ചാലിയും സമ്മതിച്ചു. പ്രതീക്ഷ മരുന്ന് നൽകി അവരെയും യാത്രയാക്കി. അപ്പോൾ മരുന്നുതോട്ടത്തിലെ ഒരു കല്ലിലിരിക്കുകയായിരുന്നു ആദിത്യൻ. അവൻ്റെ അടുത്ത് അലക്സും ഹാരിസും ഹേമന്തും സുരേഷും ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെ ആദി? ഹാരിസ് ചോദിച്ചു. ആദിത്യൻ മെല്ലെ മുഖമുയർത്തി. ഹാരിസ് തുടർന്നു. പ്രതീക്ഷയെ ചതിക്കാൻ അച്ഛൻ്റെയും സഹോദരൻ്റെയും ഒപ്പം മീര നിന്നില്ലെന്നാണോ നീ കരുതുന്നത്? ആദിത്യന് മറുപടിയില്ല. അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവൾ സത്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രതീക്ഷയെ ചതിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. അവൻ എഴുന്നേറ്റു. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണമെടാ. ആദിത്യൻ തറവാടിന് നേർക്ക് നടന്നു. ആ നേരത്ത് തൻ്റെ ബാഗുമായി പുറത്തേക്ക് വരികയായിരുന്നു മീര. പൊടുന്നനെ മുന്നിലെത്തിയ പ്രതീക്ഷ കൈകൾ വിരിച്ചു പിടിച്ച് അവളെ തടഞ്ഞു. നീ എവിടെ പോകുന്നു? എങ്ങോട്ടെങ്കിലും. ഏതായാലും ഇനി എൻ്റെ വീട്ടിലേക്കില്ല. ചതിയന്മാരായ അച്ഛനും സച്ചിയേട്ടനും കാരണം ഞാനും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇനി ഇവിടെയുള്ളവർക്കെല്ലാം അങ്ങനൊരു കാഴ്ചപ്പാടാവും എന്നോട്. അതുകൊണ്ട് അവൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. പ്രതീക്ഷ, നിർത്ത്. നീ ഒരിടത്തും പോകുന്നില്ല. നീ ആദിയേട്ടൻ്റെ ഭാര്യയാകുകയോ ആകാതിരിക്കുകയോ ചെയ്യ്. പക്ഷേ ഇവിടുന്ന് നീ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ സമ്മതിക്കണം. എൻ്റെ അച്ഛൻ നിരപരാധിയായി പുറത്തു വരണം. അങ്ങനെ സംഭവിച്ചിരിക്കും. അത് കേട്ട് മീരയുടെ കണ്ണുകളിൽ ഭീതി ഓളം വെട്ടി. മുറ്റത്തെത്തിയ ആദിത്യൻ്റെ കാലുകളും പ്രതീക്ഷ പറയുന്നത് കേട്ട് നിശ്ചലമായി. അധ്യായം 43. മീര ബാഗ് താഴെ വെച്ചു. പരിഭ്രമം ഉള്ളിലൊതുക്കി പ്രതീക്ഷയെ പ്രതിരോധിക്കാൻ അവളൊരു അവസാന ശ്രമം നടത്തി. ഞാൻ നിൽക്കണോ പോണോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. ആരും വിളിച്ചിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പോകാനും ആരുടെയും സഹായം വേണ്ട. പ്രതീക്ഷ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. കൊള്ളാം നിന്റെ അഭിനയം. പക്ഷേ എൻ്റെ മുന്നിൽ അത് വിലപ്പോവില്ല. ഇവിടുന്ന് പോകണമെങ്കിൽ നിനക്കെൻ്റെ അനുവാദം വേണം മീരെ. എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കുകയും വേണം. പ്രതീക്ഷയുടെ സ്വരം മുറുകി. മീര തല കുടഞ്ഞു. രംഗനാഥൻ അങ്കിളിന് ചികിത്സാ പിഴവ് പറ്റിയതിന് ഞാൻ എന്തു വേണം? പറ്റിയതോ പറ്റിച്ചതാണോ എന്ന് ഞാൻ തെളിയിച്ചോളാം. എനിക്കുറപ്പുണ്ട്. പഴനിയുടെ വിഷയത്തിൽ എനിക്ക് സംഭവിക്കാതിരുന്നത് അച്ഛന് സംഭവിച്ചെന്ന്. ഇത്രയും ആയപ്പോഴേക്കും ആദിത്യൻ ഇടപെട്ടു. മുറ്റത്തുനിന്ന് അവൻ തിണ്ണയിലേക്ക് കയറി. പിന്നാലെ വന്ന ഹാരിസും സുരേഷും ഹേമന്തും അലക്സും കാര്യം പിടികിട്ടാതെ പരസ്പരം നോക്കി. ആദിത്യൻ സഹോദരിക്ക് നേരെ തിരിഞ്ഞു. മീര പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ പ്രതീക്ഷേ. അവളെ തടയാൻ നിനക്കെന്ത് അധികാരം? പ്രതീക്ഷയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി മിന്നി. എനിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ ചേട്ടാ. പിന്നെ ഇവളെ പറഞ്ഞുവിടാൻ ചേട്ടന് എന്ത് അധികാരമുണ്ട്? ഇവൾ ചേട്ടൻ്റെ ഭാര്യയാണോ? ആദിത്യന് ഉത്തരം മുട്ടി. വെട്ടിത്തിരിഞ്ഞ പ്രതീക്ഷ മീരയുടെ നേർക്ക് കൈ ചൂണ്ടി. നിന്റെ ബാഗും എടുത്ത് അകത്തേക്ക് പോടി. എനിക്ക് മനസ്സില്ല. അടുത്ത നിമിഷം പ്രതീക്ഷ കൈവീശി ഒറ്റയടി. മീരയുടെ കവിൾ പുകഞ്ഞു. എടി. സങ്കടവും കോപവും ഒന്നിച്ചുണ്ടായ മീര ചെറുത്തുനിന്നു. പോകാൻ പറഞ്ഞാൽ പൊയ്ക്കൊള്ളണം. എന്നെ നിനക്ക് ശരിക്കറിയത്തില്ല. പ്രതീക്ഷയുടെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങി. ബഹളം കേട്ട് ഈശ്വരി മുത്തശ്ശിയും തുളസിയും അപ്പോഴേക്കും വാതിൽക്കലെത്തി. തുളസി എന്തോ പറയാൻ ഭാവിച്ചതും മുത്തശ്ശി തടഞ്ഞു. വേണ്ട, നടക്കടിയകത്തേക്ക്. പ്രതീക്ഷ മീരയെ പിടിച്ചു തള്ളി. ആദിയേട്ടാ. മീര സഹായത്തിനെന്നവണ്ണം ആദിത്യനെ വിളിച്ചു. അവൻ പക്ഷേ ചലിച്ചില്ല. പ്രതീക്ഷ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നി. ആരിൽ നിന്നും സഹായം കിട്ടില്ലെന്ന് ഉറപ്പായ മീര വേഗം അകത്തു കിടന്ന് ആദിത്യൻ്റെ മുറിയിൽ കയറി. അകത്തുനിന്ന് വാതിൽ ലോക്കിട്ടു. മോളെ. തുളസി പെട്ടെന്ന് നാവനക്കി. എന്താടി ഇതൊക്കെ? എല്ലാവർക്കും ഉടനെ അത് മനസ്സിലാകും. തീരുമാനിച്ചുറച്ച മട്ടിൽ പ്രതീക്ഷ മുറ്റത്തേക്കിറങ്ങി. മീരയുടെ വാഗണാർ കാറിൻ്റെ 4 ടയറുകളിലെയും കാറ്റ് അഴിച്ചുവിട്ടു. പ്രതീക്ഷേ. ആശങ്കയോടെ ഹാരിസ് വിളിച്ചു. പക്ഷെ പ്രതീക്ഷ ചിരിച്ചു. ഒരു മുൻകരുതലായത്. കെണിവെച്ച ഇര നഷ്ടപ്പെടാതിരിക്കാൻ. 1 മണിക്കൂർ പിന്നിട്ടു. മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ SI സക്കീർ മുഹമ്മദിൻ്റെ ക്യാബിനിൽ ഇരിക്കുകയാണ് പ്രതീക്ഷ. മുക്കുഴി ജംഗ്ഷനിൽ നിന്ന് ഓട്ടോയിലാണ് അവൾ അവിടെ എത്തിയത്. താൻ അറിഞ്ഞതും കണ്ടെത്തിയതും ഊഹിച്ചതുമൊക്കെ അവൾ SIയോട് തുറന്നു പറഞ്ഞു. അവളെ തന്നെ നോക്കിക്കൊണ്ട് അല്പസമയം നിശബ്ദനായി ഇരുന്നു പോയി സക്കീർ മുഹമ്മദ്. പിന്നെ പറഞ്ഞു, പ്രതീക്ഷയുടെ കൈവശമുള്ള ഈ തെളിവുകൾ മാത്രം മതി
മീരയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പ്രതീക്ഷ ഒരു കംപ്ലൈൻറ്റ് തന്നോളൂ. പക്ഷെ അവൾ അപേക്ഷിച്ചു. അല്പം കൂടി ഒന്ന് കാത്തിരിക്കണം സാർ, ഞാൻ ചിലതുകൂടി മനസ്സിൽ കണ്ടിട്ടുണ്ട്. SI സമ്മതഭാവത്തിൽ അവളെ നോക്കി. പിന്നെ ആദിയേട്ടൻ ഇപ്പോൾ ഒന്നും അറിയണ്ട സാർ. ഏട്ടൻ ഇതേക്കുറിച്ച് മീരയോട് സംസാരിച്ചാൽ അവൾ രക്ഷപ്പെടും. അത് പാടില്ല. അതൃപ്തിയോടെയാണെങ്കിലും സക്കീർ മുഹമ്മദ് സമ്മതിച്ചു. ഏതു സമയത്തും പ്രതീക്ഷയ്ക്ക് പോലീസിന്റെ സഹായം തേടാൻ കേട്ടോ. ഇപ്പോൾ കേട്ടതുപോലെയാണെങ്കിൽ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വലിയ സത്യങ്ങളാവും വെളിപ്പെടുക. എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. പ്രതീക്ഷ എഴുന്നേറ്റു. ഓക്കെ. SI ഒരു ഫയലെടുത്ത് മുന്നിൽ വെച്ച് തുറന്നു. ഇങ്ങോട്ട് വന്ന ഓട്ടോ പ്രതീക്ഷ പറഞ്ഞു വിട്ടിരുന്നു. അവൾ നടന്ന് മലയാലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തി. അവിടെ പടർന്നു നിൽക്കുന്ന ആൽമരത്തിന് ചുവട്ടിൽ അലക്സും ഹേമന്തും സുരേഷും ഹാരിസും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? ഹേമന്ത് അവളോട് തിരക്കി. പ്രതീക്ഷ ചുറ്റും നോക്കി. പിന്നെ പറഞ്ഞു, വീട്ടിൽ വെച്ച് നിങ്ങളോട് സംസാരിച്ചാൽ ആദിയേട്ടൻ ശ്രദ്ധിക്കും. കാര്യം എന്താണെന്ന് തിരക്കുകയും ചെയ്യും. അതുകൊണ്ടാ. അവൾ തൻ്റെ ഫോണെടുത്ത് അതിലുണ്ടായിരുന്ന കുറേ ചിത്രങ്ങൾ അവർക്ക് നേരെ പിടിച്ചു. മീരയുടെ ആൽബത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളായിരുന്നു അത്. ഇതൊന്നും നോക്കിക്കേ. 4 പേരും ആ ഫോട്ടോകളിലേക്ക് തുറച്ചു നോക്കി. അവരുടെ കണ്ണുകളിൽ അമ്പരപ്പ് തെളിഞ്ഞു. ഇത് അലക്സിന് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷ തലയാട്ടി. ഇത് കാണിച്ചാൽ പോലും ഒന്നുകിൽ ആദിയേട്ടൻ വിശ്വസിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ചേട്ടന് വലിയ ഷോക്കാകും. മീരയെ ചവിട്ടി പുറത്താക്കിയെന്നും വരും. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? സുരേഷിന് പിടികിട്ടിയില്ല. ഒരാളെ കല്യാണം കഴിച്ചിട്ട് മീര എന്തിന് ഇങ്ങനൊരു നാടകത്തിനിറങ്ങിയെന്ന് അറിയണ്ടേ? എങ്ങനെയാ എൻ്റെ അച്ഛനെ കുടുക്കിയതെന്നും അറിയണ്ടേ? ഇതിനൊക്കെ വേണ്ടിയാ എൻ്റെ ഈ കാത്തിരിപ്പ്. അതിനെനിക്ക് നിങ്ങൾ 4 പേരുടെയും സഹായം വേണം. ആദിയേട്ടൻ അവിവേകമൊന്നും കാണിക്കാതെ നോക്കുകയാ നിങ്ങളുടെ ജോലി. അപ്പോഴും പൂർണ്ണമായിട്ടൊന്നും ആദിത്യൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ല. ഞാൻ വിളിക്കും, ഇന്നോ നാളെയോ, മിക്കവാറും രാത്രിയിൽ. അത്രമാത്രം പറഞ്ഞിട്ട് തൻ്റെ ഫോണും വാങ്ങി പ്രതീക്ഷ മടങ്ങി. തുകലയിൽ തറവാട്. ആദിത്യൻ്റെ മുറിയിൽ കയറിയ മീര ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല. ആദിത്യൻ പലതവണ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവന് ഉൾഭയം തോന്നി. മീര എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ. അവൻ പുറത്തിറങ്ങി വീടിനെ ഒന്ന് വലം വെച്ച് തൻ്റെ മുറിയുടെ ജനാലയ്ക്കിലെത്തി. അതിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുകയായിരുന്നു. ആകാംക്ഷയോടെ ആദിത്യൻ അകത്തേക്ക് നോക്കി. കട്ടിലിൽ തല കുമ്പിട്ടിരിക്കുകയാണ് മീര, ഒരു ശില പോലെ. മീരേ, അവൻ വിളിച്ചു. ഇങ്ങനെ ഇരിക്കാതെ നീ വാതിലൊന്ന് തുറന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ ജനാലയ്ക്കിലേക്ക് വന്നു. അവൻ സംസാരിക്കാൻ ഭാവിച്ചപ്പോഴേക്കും അകത്തുനിന്ന് ജനൽപ്പാളി വലിച്ചടച്ച് അവൾ കൊളുത്തിട്ടു. മീരേ, അവൻ ജനൽപ്പാളിയിൽ തട്ടി വിളിച്ചു. എനിക്കാരെയും കാണണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. അകത്തുനിന്ന് ചിലമ്പിച്ച സ്വരം. നിരാശനായി അവൻ തിരിയുമ്പോൾ പിന്നിൽ പ്രതീക്ഷ നിൽക്കുന്നു. ആദിത്യൻ്റെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. നിനക്ക് തൃപ്തിയായല്ലോ അല്ലേടി? മുരളും പോലെയായിരുന്നു ആദിത്യൻ്റെ ചോദ്യം. പക്ഷേ പ്രതീക്ഷ ചിരിച്ചു. ശരിക്കും ആയിട്ടില്ല, അതിന് കുറച്ചുകൂടെ കാത്തിരിക്കണം. അമർഷത്തോടെ ആദിത്യൻ വെട്ടിത്തിരിഞ്ഞു നടക്കുമ്പോൾ പ്രതീക്ഷയുടെ ശബ്ദം പിന്തുടർന്നെത്തി. മീര ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഉത്കണ്ഠയൊന്നും ചേട്ടന് വേണ്ട. അവൾ അങ്ങനെ ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് അതറിയൂ. മറ്റൊന്നും പറഞ്ഞില്ല പ്രതീക്ഷ. അവൾ മരുന്നുപുരയിലേക്ക് പോയി. ഈശ്വരി മുത്തശ്ശിയും മണിക്കുട്ടനും ഉണ്ടായിരുന്നു അവിടെ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. മുത്തശ്ശി പ്രതീക്ഷയെ വിളിച്ച് അടുത്തിരുത്തി. നിന്റെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരോടും പറയാതെ വീർപ്പ് മുട്ടുകയാ നീ. എന്നോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയടി, അത്രയും ആശ്വാസമാകും. പ്രതീക്ഷ കണ്ണടച്ച് തലയാട്ടി. ഞാനത് പറഞ്ഞാൽ ആശ്വാസത്തിനു പകരം അമ്പരപ്പാകുമുണ്ടാവുക. എനിക്കല്ല മുത്തശ്ശിക്ക്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ളത് ചുരുണ്ടിയെടുക്കാനുള്ള ഈ തന്ത്രമുണ്ടല്ലോ, അത് അവിടെ തന്നെ അങ്ങ് വെച്ചേര്. പോടി. മുത്തശ്ശി കൈയൊങ്ങി. മണിക്കുട്ടൻ ചിരിച്ചു. കണക്കായിപ്പോയി. എല്ലാം അറിയാനുള്ള മുത്തശ്ശിയുടെ ആഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ പോടാ കഴുതേ. മുത്തശ്ശി അവനെ മുഖമടച്ച് ഒരാട്ട്. മണിക്കുട്ടൻ പക്ഷേ തല കുലുക്കി ചിരിച്ചു. 4 മണി. പ്രതീക്ഷ തൻ്റെ ഫോണെടുത്ത് പരിശോധിച്ചു. മീര ആരെയോ വിളിച്ചത് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൾ വേഗം മുറിയുടെ വാതിലടച്ചിട്ട് ഹെഡ്സെറ്റ് എടുത്ത് കാതുകൾക്ക് മീതെ അമർത്തി. തുടർന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കേട്ടു തുടങ്ങി. ഹലോ സെന്തിൽ, ഞാനാ. എന്തായി കാര്യങ്ങൾ? ഒത്തിരി നേരം ഞാൻ നോക്കി നിന്നു. സെന്തിലിൻ്റെ ശബ്ദം. എനിക്കപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. അവളില്ലേ, ആ പ്രതീക്ഷ, അവളെന്നെ തടഞ്ഞു. എൻ്റെ കാറിൻ്റെ ടയറുകളിലെ കാറ്റും അഴിച്ചുവിട്ടു. അപ്പോൾ ഇനി എന്തു ചെയ്യും?
സെന്തിലിൻ്റെ സ്വരത്തിൽ ഉത്കണ്ഠ. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിരിക്കും. അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യും. മീര പല്ല് ഞെരിക്കുന്നു. അടുത്ത പ്ലാൻ പറ നീ. പുലർച്ചെ 3 മണിയാകുമ്പോൾ നീ വരണം. നീ മാത്രം പോരാ. തമിഴ്നാട്ടിൽ നിന്ന് നിന്റെ കൂട്ടുകാർ വന്നിട്ടില്ലേ? അവരെ കൂടി കൂട്ടിക്കോ. ഞാൻ വീടിൻ്റെ വാതിൽ തുറന്നിടും. നിങ്ങൾ അകത്ത് കയറി പ്രതീക്ഷയെ പൊക്കണം. ക്ലോറോഫോം കരുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. അവൾ കാറ്റഴിച്ചു വിട്ട കാർ എനിക്കിനി വേണ്ട. അതിനുള്ളിൽ നമ്മൾ അവൾക്ക് പട്ടടയൊരുക്കും. അബോധാവസ്ഥയിൽ മുറിയിൽ നിന്നും കൊണ്ടുവരുന്ന പ്രതീക്ഷയെ കാറിനുള്ളിലിട്ട് തീ കൊളുത്തിയിട്ട് നമ്മൾ പോകും. ഇതെൻ്റെ ഒരു വാശി കൂടിയാ. ശരി, സെന്തിൽ പറയുന്നു. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിരിക്കും. കോൾ കട്ടായി. അതിലെ ഡയലോഗുകൾ കേട്ട് മരവിച്ചുപോയി പ്രതീക്ഷ. തന്നെ കാറിലിട്ട് കത്തിച്ചിട്ട് മീര രക്ഷപ്പെടുമെന്ന്. അപ്പോൾ തന്നെ അവൾ ആദിത്യൻ്റെ സുഹൃത്തുക്കളെയും 5 സെന്റ് കോളനിയിലെ കർണനെയും വിളിച്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ശേഷം ചില നിർദ്ദേശങ്ങളും വെച്ചു. അതെല്ലാം അവർ സമ്മതിച്ചു. സന്ധ്യയ്ക്ക് തൊട്ടു മുൻപ് അപ്രതീക്ഷിതമായി മീര വാതിൽ തുറന്ന് പുറത്തു വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ കുളിച്ച് വസ്ത്രം മാറി അടുക്കളയിൽ കയറി ഭക്ഷണമെടുത്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷ അവളെ കണ്ടതായി നടിച്ചതുമില്ല. തുളസിയോടും മുത്തശ്ശിയോടും മീര സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അവളുടെ ഓരോ ചലനവും പ്രതീക്ഷ രഹസ്യമായി നിരീക്ഷിച്ചു. ആദിത്യൻ മടങ്ങി വന്നപ്പോൾ മീര അവനെ വിളിച്ച് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. എന്നോടുള്ള പിണക്കം മാറിയോ? അവൻ തിരക്കി. മീര ചിരിച്ചു. ആദിയേട്ടനോട് പിണങ്ങാൻ എനിക്ക് കഴിയുമോ? എനിക്ക് ദേഷ്യമുണ്ട്. അത് പക്ഷേ പ്രതീക്ഷയോട് മാത്രമാ. കിടക്കയിൽ അവൾ അവനോട് ചേർന്നിരുന്നു. എന്തൊക്കെയാ ആദിയേട്ടാ പ്രതീക്ഷ പറയുന്നതും പ്രവർത്തിക്കുന്നതും? ഞാൻ അവളോട് എന്ത് ദ്രോഹം ചെയ്തു? പിന്നെ ആ പഴനിയെ ഇവിടെ കൊണ്ടുവന്നില്ലെന്ന് പോലീസിനോട് ഞാൻ കള്ളം പറഞ്ഞില്ല. അത് തെറ്റാണോ? ഒരിക്കലുമല്ല. മീരയുടെ വലതുകൈ പിടിച്ച് തൻ്റെ കൈകൾക്കുള്ളിൽ വെച്ച് ആദിത്യൻ മെല്ലെ തടവി. ഇനി ഒക്കെ തീരുമാനിക്കേണ്ടത് ആദിയേട്ടനാ. എന്നെ ഏട്ടന് വേണോ വേണ്ടയോ? വേണ്ടെന്നാണെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. ആരൊക്കെ എതിർത്താലും ഞാൻ പോകും. ആദിത്യന് നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു. എനിക്ക് നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല പെണ്ണെ. ഞാൻ അത്രയ്ക്ക് നിന്നെ കൊതിച്ചുപോയി. ആദിത്യൻ്റെ ശ്വാസഗതി തീവ്ര വേഗത്തിലായി. അവൻ്റെ കരങ്ങൾ അവളെ വരിഞ്ഞു മുറുക്കി. പ്രതീക്ഷ എതിർത്താലോ? കൊഞ്ചലോടെ മീര ആരാഞ്ഞു. അവളെന്നല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും നിന്നെ ഞാൻ വിട്ടുകളയില്ല. സത്യം. അത്രയും കേട്ടാൽ മതിയായിരുന്നു മീരയ്ക്ക്. അവളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരകളിളകി. അവൻ്റെ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. ഇപ്പോൾ വേണ്ട, രാത്രിയാവട്ടെ. ആദിത്യൻ സമ്മതിച്ചു. രാത്രിയിൽ 1 ഗ്ലാസ് പാലുമായാണ് മീര മുറിയിലേക്ക് വന്നത്. അവൾ ഒട്ടും കുടിക്കാതെ ആദിത്യനെ കൊണ്ട് മുഴുവനും കുടിപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അത് കണ്ട് മീര ക്രൂരമായി ചിരിച്ചു. എന്നെ നിനക്ക് വേണം അല്ലേടാ? താൻ കൊടുത്ത മയക്കുമരുന്നിൽ അവൻ പൂർണ്ണമായും അമർന്നു കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ മീര ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മുഖത്തു നോക്കി എല്ലാം വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇനി അതിന് കഴിയില്ലടാ. നിന്നെ ഫോണിലൂടെ ഞാൻ മോഹിപ്പിച്ചത് മനഃപൂർവ്വമായിരുന്നു. പഴി മുഴുവൻ നിന്നിൽ ചാരി എനിക്കൊരു രക്ഷപ്പെടലിന്. പക്ഷേ എൻ്റെ അച്ഛൻ കരുതിയത് നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെന്ന. അതിന് അച്ഛൻ്റെ അടി വാങ്ങിയപ്പോൾ സത്യം ഞാൻ തുറന്നു പറഞ്ഞു. അതോടെ അച്ഛനും ഏട്ടനും എൻ്റെ പക്ഷം ചേർന്നു. ഈ തറവാട് തകർക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. അതോടെ എൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാമെന്ന് അവരും ഉറപ്പു തന്നു. നിന്റെ അച്ഛൻ കുസുമത്തിൻ്റെ ഭർത്താവിന് കൊടുത്ത മരുന്നിൽ വിഷം കലർത്തിയത് ഞാനാടാ. പക്ഷെ പ്രതീക്ഷയുടെ കാര്യത്തിൽ എവിടെയോ എനിക്ക് പിഴവ് പറ്റി. അതാ അവൾ ജയിച്ചു നിൽക്കുന്നത്. സാരമില്ല, ഇന്നത്തോടെ അവളുടെ എല്ലാ അഹങ്കാരവും ഞാൻ അവസാനിപ്പിക്കും. പുച്ഛത്തോടെ കൈവീശി ആദിത്യൻ്റെ മുഖത്തടിക്കാൻ മീര ഭാവിച്ചു. പക്ഷേ ആ സെക്കൻഡിൽ ആദിത്യൻ കണ്ണുകൾ തുറന്നു. നീ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? കുറച്ചു കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലോടി? ചോദിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. മീര നടുങ്ങി വിറച്ചുപോയി. താൻ കൊടുത്ത മരുന്നിൽ ഇവൻ മയങ്ങിയില്ലേ? അവളുടെ നടുക്കം മാറും മുൻപ് ആദിത്യൻ അവളെ കട്ടിലിലേക്ക് തള്ളി. ഇത്രയും ദിവസം എന്നെ കൊതിപ്പിച്ച് ഇവിടെ കഴിഞ്ഞിട്ട് നീ അങ്ങനങ്ങ് ജയിച്ചു പോയാൽ ശരിയാവത്തില്ലടി. അവൾക്ക് എതിർക്കാൻ കഴിയും മുൻപ് അവൻ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ഞാൻ ഒരാണാണെന്ന് നിന്നെ മനസ്സിലാക്കി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാടി? ഒരു കൈകൊണ്ട് അവൻ അവളുടെ വായ പൊത്തി. പിന്നെ ക്രൂരമായ ഒരാക്രമണമായിരുന്നു. അധ്യായം 44. പല്ലും നഖവും ഉപയോഗിച്ച് ആദിത്യനെ എതിർക്കാൻ ശ്രമിച്ചു മീര.
എന്നാൽ അവൻ്റെ കരുത്തിനു മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാം തകർന്ന അവൾ കിടക്കയിൽ കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തിയിരുന്നു. അവൾക്ക് മീതെ അഴിഞ്ഞുലഞ്ഞ തലമുടി ചിതറിക്കിടക്കുന്നു. ക്രൂരമായ ആത്മസംതൃപ്തിയോടെ ആദിത്യനൊരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. അവൻ്റെ വായിൽ നിന്ന് പുകയ്ക്കൊപ്പം വാക്കുകളും പുറത്തുചാടി. എൻ്റെ പെങ്ങളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നത് സത്യം. അതൊക്കെ നീ കാരണമായിരുന്നു. എന്നാൽ ഇന്നവൾ എൻ്റെ കാല് പിടിച്ച് ഒരു കാര്യം പറഞ്ഞു. ഒരു വട്ടമെങ്കിലും അവളെ വിശ്വസിക്കണമെന്നും അവൾ പറയും പോലെ ചെയ്യണമെന്നും. കനലടക്കിയ മനസ്സോടെ മീര കടപ്പല്ലമർത്തി അതേ ഇരിപ്പ് തുടർന്നു. ആദിത്യൻ്റെ സ്വരം പിന്നെയും കേട്ടു. അവളുടെ ഒരാവശ്യം ഇതായിരുന്നു: നീ കൊണ്ടുതരുന്ന പാൽ കുടിച്ചിട്ട് ഞാൻ മയങ്ങുന്നത് പോലെ കിടക്കണമെന്ന്. അങ്ങനെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചടി. അതിനാൽ നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് സത്യങ്ങൾ കേൾക്കാനും കഴിഞ്ഞു. മീര മുഖം അല്പം ഉയർത്തി. പക്ഷേ ആദിത്യനെ നോക്കിയില്ല. അവളുടെ നനഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് അഗ്നിസമാനമായി. തന്നെ ചതിച്ചത് പ്രതീക്ഷയാണ്. താൻ പാലെടുത്തു വെച്ചിട്ട് അതിൽ ഉറക്കമരുന്ന് കലർത്തുമ്പോഴാണ് മീര അടുക്കളയിലേക്ക് വന്നത്. പെട്ടെന്ന് പാലുമായി പോന്നാൽ അവൾ സംശയിക്കുമോ എന്ന് കരുതി പാൽ അവിടെ തന്നെ വെച്ചിട്ട് താൻ ബാത്റൂമിലേക്ക് പോയി. അവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയത്. ആ സമയത്ത് മീര പാൽ മാറ്റിക്കാണും. അതിനർത്ഥം അവൾ എല്ലാം ഒളിച്ചു നിന്ന് കണ്ടു എന്നല്ലേ? ക്രോധത്താൽ മീര അടിമുടി പുകഞ്ഞു. ഇനി അവളെ മാത്രമല്ല, ആദിത്യനെയും തൻ്റെ കാറിനുള്ളിലിട്ട് കത്തിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ആദിത്യൻ എഴുന്നേറ്റു. ഇനി നിന്റെ ഒപ്പം ഞാൻ ഈ മുറിയിൽ കിടന്നാൽ നീ എന്നെ വെട്ടിക്കൊന്നെന്നുമിരിക്കും. ഏതായാലും നാളെ കൊണ്ട് എല്ലാം കലങ്ങിത്തെളിയും. നീയാ എൻ്റെ അച്ഛനുണ്ടാക്കി വെച്ച മരുന്നിൽ വിഷം കലർത്തിയതെന്ന് പോലീസിനു മുന്നിൽ നിനക്ക് തുറന്നു സമ്മതിക്കേണ്ടി വരും. ആദിത്യൻ വാതിൽക്കലേക്ക് നടന്നു. പൊടുന്നനെ മീര ചാടി എഴുന്നേറ്റു. ഒന്ന് നിന്നേടാ പട്ടി. അടക്കിയ സ്വരമായിരുന്നെങ്കിലും അതിലൊരു വിഷപ്പമ്പിൻ്റെ സീൽക്കാരമുണ്ടായിരുന്നു. ആദിത്യൻ അമ്പരപ്പിൽ തിരിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം ഒരു പോലീസിൻ്റെ മുന്നിലും തുറന്നു സമ്മതിക്കത്തില്ലടാ. കല്ലിൽ വെച്ച് എന്നെ അരച്ചാൽ പോലും. പക്ഷേ നിന്നെ ഞാൻ കൊടുക്കും. എന്നെ റേപ്പ് ചെയ്ത കുറ്റത്തിന് മെഡിക്കൽ ചെക്കപ്പിൽ അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്യുമെട നാറി. കൈ ചൂണ്ടി അവൾ ചീറി. ഫാനിൻ്റെ കാറ്റിൽ അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ 1000 സർപ്പങ്ങളായി ഇളകി. നടുങ്ങിത്തരിച്ച് നിന്നുപോയി ആദിത്യൻ. വിജയഹാസത്തോടെ മീര തുടർന്നു. ഞാൻ നിന്നോടങ്ങനെ പറഞ്ഞതിന് എന്താടാ തെളിവ്? നീ എത്ര കേസ് പറഞ്ഞാൽ പോലും ബ്രെയിൻ മാപ്പിംഗ് പോലെയുള്ള ശാസ്ത്രീയ അന്വേഷണത്തിന് ഞാൻ തയ്യാറുമാകില്ല. പിന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് കോടതിയുടെ പരിഗണനയും കിട്ടും. തലയിൽ അടിയേറ്റ അവസ്ഥയായി ആദിത്യന്. എങ്കിലും അവനൊന്ന് ചിരിച്ചു. ഇനി എന്തിനു നിൽക്കുവാടാ? ജയിലിൽ കിടക്കണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാവടാ, വായി നോക്കി. പറഞ്ഞതും അവൾ അവനെ പുറത്തേക്ക് പിടിച്ചു തള്ളി. ശേഷം വാതിലടച്ച് ലോക്കിട്ട് ക്രൂരമായി ചിരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഫോണെടുത്ത് സെന്തിലിനെ വിളിച്ചു. ഹലോ മീരെ. സെന്തിലിൻ്റെ ശബ്ദം. നമ്മുടെ പരിപാടിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഒന്നല്ല 2 പേരെ കൊല്ലണം. പ്രതീക്ഷയോടൊപ്പം ആദിത്യനെ കൂടി. ഈ തറവാടിന് തീ കൊളുത്തി എല്ലാത്തിനും ഒന്നിച്ചങ്ങ് തീർത്താലും കുഴപ്പമില്ല. നിന്റെ കൂട്ടുകാരോടുകൂടി ആലോചിക്ക്. എങ്കിൽ അത് തന്നെ മീരെ നല്ലത്. ഒരു തെളിവും പിന്നെ അവശേഷിക്കില്ലല്ലോ. അതാ നല്ലത്. മീര കോൾ മുറിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ സംഭാഷണം പ്രതീക്ഷയും കേട്ടു. സമയം കടന്നുപോയി. തറവാട് ഇരുളിൽ മുങ്ങി നിൽക്കുകയാണ്. മീരയുടെ മുറിയിൽ നിന്നിറങ്ങിയ ആദിത്യൻ മറ്റൊരു മുറിയിൽ പോയി കിടന്നിരുന്നു. അടുത്ത ദിവസം എന്തൊക്കെ സംഭവിക്കുമെന്നോർത്ത് വളരെ നേരം ഉത്കണ്ഠപ്പെട്ടെങ്കിലും മെല്ലെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ 2 മണി. മീര കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് സെൽഫോൺ എടുത്ത് സമയം നോക്കി. വേഷം മാറി യാത്രയ്ക്കൊരുങ്ങിയിരുന്നു അവൾ. മെല്ലെ അവൾ ജനൽപ്പാളികൾ തുറന്നിട്ടു. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നെങ്കിലും വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ ആകാശത്ത് നക്ഷത്രങ്ങളുടെ തിളക്കം കാണാം. 2:30 ശബ്ദം കേൾപ്പിക്കാതെ അവൾ വാതിൽ തുറന്നു. പിന്നെ ബാഗുമായി പുറത്തിറങ്ങി. മുൻവാതിൽ തുറന്ന് ബാഗ് വരാന്തയിൽ ഇറക്കി വെച്ചു. തുടർന്ന് വാതിൽപ്പാളികൾ ചാരിയിട്ട് തൻ്റെ മുറിയിൽ വന്നിരുന്നു. സമയം 2:55. മീര എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി നിന്നു. താഴെ മുക്കുഴി ജംഗ്ഷനിൽ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. മീരയുടെ ഹൃദയമിടിപ്പിന് വേഗത കൂടി. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ പലതും നടക്കും. കുമളി വഴി തമിഴ്നാടിന് കടക്കാനാണ് പദ്ധതി. ടൗണിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ താനും സെന്തിലും ജീപ്പിലുണ്ടാവില്ല. റോസാപ്പൂക്കണ്ടം വഴി വനത്തിലൂടെ ലോവർ പെരിയാർ പവർ സ്റ്റേഷൻ അടുത്തെത്തുന്ന വഴി സെന്തിലിനറിയാം. അതുവഴി പോയാൽ തങ്ങൾ തമിഴ്നാടിന് കടന്നത്
കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. മീര ഓർത്തു. അപ്പോൾ ജീപ്പ് തിരിച്ചിട്ട ശേഷം അതിൽ നിന്ന് സെന്തിലടക്കം 6 പേർ ഇറങ്ങി. തമിഴ്നാട്ടിലെ ഉസലംപെട്ടിയിലുള്ള ഗുണ്ട ഗ്രൂപ്പാണ് അവനോടൊപ്പമുള്ളത്. അവർ മുന്നോട്ട് നീങ്ങും മുൻപ് സെന്തിൽ ഒരു വട്ടം കൂടി ഓർമ്മപ്പെടുത്തി. മീര വാതിൽ തുറന്നിട്ടിരിക്കും. അകത്തു കയറിയാലുടൻ ഓരോ മുറിയിലേക്കും ഓടിച്ചെന്ന് മുന്നിൽ കാണുന്നവരെ മുഴുവൻ വെട്ടി വീഴ്ത്തിയേക്കുക. അവസാനം തറവാടിന് തീയുമിടുക. അക്കാര്യത്തിൽ സംശയിക്കേണ്ട സെന്തിലെ, കാര്യങ്ങൾ നമ്മൾ വെടിപ്പായി നടത്തിയിരിക്കും. സംഘത്തിലൊരാൾ അവന് ഉറപ്പുകൊടുത്തു. ഇരുൾ തിങ്ങിക്കിടക്കുന്ന മരുന്നുതോട്ടത്തിലൂടെ ആ സംഘം തറവാട് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അവർ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ജനാലയിലൂടെ അവരുടെ അവ്യക്തരൂപങ്ങൾ മീര കണ്ടു. പക്ഷേ അടുത്ത നിമിഷം വീടിനു മുന്നിൽ മാത്രമല്ല, മരുന്നുതോട്ടത്തിൽ പല ഭാഗത്തും ലൈറ്റുകൾ തെളിഞ്ഞു. അവിടെ പകൽ പോലെ വെളിച്ചമായി. സെന്തിലും സംഘവും നടുങ്ങിപ്പോയി. നോക്കി നിന്ന മീരയും. ഗുണ്ടാസംഘം പെട്ടെന്ന് അറ്റം വളഞ്ഞുകൂർത്ത 2 അടി നീളമുള്ള തിരുപ്പാച്ചി വാളുകൾ വലിച്ചെടുത്ത് ചുറ്റും നോക്കി. ആ സെക്കൻഡിൽ കണ്ടു തങ്ങളെ വളഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 5ഉം 10ഉമല്ല, ഏതാണ്ട് 50ലധികം പേർ. ആദിത്യൻ്റെ സുഹൃത്തുക്കളും 5 സെന്റ് കോളനിയിൽ നിന്ന് വന്ന കർണൻ്റെ ആളുകളും. എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുമുണ്ട്. കുറുവടി, കമ്പിപ്പാര, സൈക്കിൾ ചെയിൻ, ക്രിക്കറ്റ് ബാറ്റ്, വെട്ടുകത്തി തുടങ്ങിയവ. ഡേയ്, ഗുണ്ടാ നേതാവ് ശബ്ദമുയർത്തി. യാരുമേ വരക്കൂടാതെ കൊന്നിടുവേ. പിന്നെ നീ കോപ്പ് ചെയ്യും. കർണൻ മുന്നോട്ട് ചുവടുവെച്ച് ഗർജിച്ചു. 1ഓ 2ഓ പേരെ നീയൊക്കെ വെട്ടിയേക്കും. പക്ഷേ ഞങ്ങൾ നിന്നെയൊക്കെ ഇവിടെ വെട്ടിയെരിഞ്ഞിടും. ഗുണ്ടകൾ സെന്തിലിനെ നോക്കി. അവൻ ചോര വാർന്ന് നിൽക്കുകയാണ്. മീര പെട്ടെന്ന് ജനാലയ്ക്കിൽ നിന്നും മാറി. ബാഗ് പുറത്തു വച്ചിരിക്കുകയാണ്. അതെടുത്തില്ലെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൾ തീരുമാനിച്ചു. എന്നിട്ട് മുറിയിൽ നിന്നിറങ്ങി മരുന്ന് പുരയ്ക്ക് നേരെ ഓടി. ആ നിമിഷം അവിടെ ലൈറ്റ് തെളിഞ്ഞു. മീര ഞെട്ടി. വാതിലിൽ ചാരി പ്രതീക്ഷ നിൽക്കുന്നു, ഒരു ചിരിയോടെ. നീ രക്ഷപ്പെടില്ലടി. മീര പകയോടെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ആ നിമിഷം പ്രതീക്ഷ എന്തോ വീശിയെറിഞ്ഞു. കണ്ണിൽ കനത്ത നീറ്റലോടെ മീര മുഖം പൊത്തി. മുളകുപൊടിയുടെ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞു. പ്രതീക്ഷ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തറവാടിൻ്റെ മുൻഭാഗത്തേക്ക് വലിച്ചിഴച്ചു. വിട്, എന്നെ വിടടി. കണ്ണു തുറക്കാനായില്ലെങ്കിലും മീര കുതിറിക്കൊണ്ടിരുന്നു. പക്ഷേ പ്രതീക്ഷ പിടിവിട്ടില്ല. പുറത്തെ ബഹളം കേട്ട് ഈശ്വരി മുത്തശ്ശിയും തുളസിയും ഞെട്ടിയെണീറ്റ് വെളിയിലേക്ക് പാഞ്ഞു. ഇതിനിടെ ഉണർന്നെഴുന്നേറ്റ് ആദിത്യനും കാര്യം മനസ്സിലാകാതെ പുറത്തേക്ക് കുതിച്ചു. അവൻ ചെല്ലുമ്പോൾ മുറ്റത്ത് പൊരിഞ്ഞ അടി നടക്കുകയാണ്. ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും. കുറേ പേരെ ആളുകൾ വളഞ്ഞിട്ട് അടിക്കുന്നു. തൻ്റെ സുഹൃത്തുക്കളെയും മറ്റും കണ്ട് അവൻ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ഹാരിസേ, ഹേമന്തേ, എന്താടാ ഇത്? അവർ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഒരുവൻ്റെ മുഖം ആദിത്യൻ്റെ നേർക്ക് തിരിച്ചു. നീ ഇവനെ അറിയുമോന്ന് നോക്കിക്കേടാ. ചോരയിൽ ചതഞ്ഞു നിന്നിട്ടും ആദിത്യൻ ആ മുഖം തിരിച്ചറിഞ്ഞു. ഇത് മീരയുടെ സുഹൃത്തല്ലേ സെന്തില്? സുഹൃത്തു മാത്രമല്ലടാ, അവളുടെ ഭർത്താവ് കൂടിയ അലക്സ് ചീറി. ആദിത്യൻ കൺമിഴിച്ചു. ഇവളെ നോക്കിക്കോ. 5 സെന്റ് കോളനിയിൽ നിന്ന് വന്ന ചെറുപ്പക്കാർക്ക് നേരെ മീരയെ തള്ളിയിട്ട് പ്രതീക്ഷ മുന്നോട്ട് ചെന്നു. അലക്സ് പറഞ്ഞത് സത്യമാ ചേട്ടാ? ദേ നോക്ക്. അവൾ തൻ്റെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോകൾ അവനെ കാണിച്ചു. അവിശ്വസനീയതയോടെ ആദിത്യൻ തറഞ്ഞു നിന്നു. പിന്നെന്തിനാ ഇവളീ നാടകം നടത്തിയത്? നമ്മുടെ തറവാട് നശിപ്പിക്കാനാ ഇവളിവിടെ വന്നതെന്ന് ഇവിടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാ. പക്ഷേ എന്നെ ഇതിൽ കുടുക്കി എങ്ങനെ രക്ഷപ്പെടാനായിരുന്നു ഇവളുടെ പദ്ധതി? അതിപ്പോഴും മനസ്സിലാകുന്നില്ല പ്രതീക്ഷ. പ്രതീക്ഷ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ 2 ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ കയറ്റം കയറി വന്നു. പോലീസ്, ഞാൻ വിളിച്ചിരുന്നു. പ്രതീക്ഷ മന്ത്രിച്ചു. ബൊലേറോ വന്ന ആളുകൾക്ക് പിന്നിൽ നിന്നു. അവർ ഇരുഭാഗത്തേക്ക് മാറി. SI സക്കീർ മുഹമ്മദിനൊപ്പം 2 വനിതാ കോൺസ്റ്റബിൾമാർ അടക്കം 5 പേർ മുന്നിലേക്ക് വന്നു. നമ്മൾ എന്തൊക്കെയാടി കാണുന്നത്? ഈശ്വരി മുത്തശ്ശി തുളസിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കറിയത്തില്ല. തുളസി ഒന്ന് തേങ്ങി. സക്കീർ മുഹമ്മദ് ചുറ്റും നോക്കി. തമിഴ്നാട്ടിൽ നിന്നും വന്നവന്മാർ ആരൊക്കെയാടാ? ജനം 6 പേരെയും മുന്നോട്ട് തള്ളി നിർത്തി. ഇതിലേതവനാടാ ഇവളുടെ ഭർത്താവ്? SI മീരയുടെ നേരെ കൈ ചൂണ്ടി. ഇവനാ സാറേ. പറഞ്ഞതും പുറകിൽ നിന്ന് സുരേഷ് സെന്തിലിൻ്റെ കഴുത്തടക്കം ഒന്ന് പൊട്ടിച്ചു. SI കണ്ണുരുട്ടി. മതിയടാ, നീയൊക്കെ ഇപ്പത്തന്നെ ഇവന്മാരെ ശരിക്കും കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി തട്ടിപ്പോയാൽ പഴി ഞങ്ങൾക്കാ. അങ്ങനൊന്നും ചാകത്തില്ല സാറേ, മുറ്റിയ ക്രിമിനലുകളാ, ഹാരിസ് അറിയിച്ചു. എന്നാൽ സെന്തിൽ ഒച്ച ഉയർത്തി. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ ഇങ്ങനെ തല്ലിയത്? മോഷ്ടിച്ചോ അതോ ആരെയെങ്കിലും കൊന്നോ?
സക്കീർ മുഹമ്മദിൻ്റെ മുഖം മുറുകി. എടാ, ഇവിടെ തന്നെ ഗുണ്ടാ ഗ്രൂപ്പുകളെ കൊണ്ട് പോലീസിന് പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ തമിഴ്നാട്ടിൽ നിന്ന് കുറേ എണ്ണം കൂടി കുറ്റിയും പറിച്ചു വന്നിരിക്കുന്നത്. ഗുണ്ടാ നേതാവ് പെട്ടെന്ന് കയർത്തു. ഞങ്ങളുടെ പേരിൽ ഇവിടെ ഒരു ചാർജുമില്ല സാറേ. പിന്നെ ഞങ്ങളെ തല്ലിയതിന് നിങ്ങളും മറുപടി പറയേണ്ടി വരും. സക്കീർ മുഹമ്മദിൻ്റെ മുഖത്തൊരു ചിരി മിന്നിപ്പൊലിഞ്ഞു. ചാർജിനാണോടാ ബുദ്ധിമുട്ട്? കേരളത്തിൽ നടന്നിട്ടുള്ള പല കൊലപാതകങ്ങൾക്കും പിന്നിൽ നിങ്ങളാ. അതുപോലെ മോഷണം, സ്ത്രീ പീഡനം, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്തിട്ടുള്ള ഗുണ്ടായിസം, അങ്ങനെ എത്ര ചാർജുകളാ വരാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ തറവാട്ടിൽ നിന്നും മോഷ്ടിച്ച ഓട്ടുപാത്രങ്ങളും താഴത്തെ വിഷംകൊല്ലി കാവിലുണ്ടായിരുന്ന നാഗവിഗ്രഹവും അടക്കം നിങ്ങളുടെ ജീപ്പിലുണ്ട്. അതൊക്കെ തന്നെ ഒരു തെളിവാ. അന്തർ സംസ്ഥാന വിഗ്രഹമോഷ്ടാക്കൾ കൂടിയ നിങ്ങൾ തമിഴ്നാട്ടുകാരുടെ കണ്ണു തള്ളി. അതൊക്കെ ഞങ്ങളുടെ വണ്ടിയിലെങ്ങനെ? സെന്തിൽ തല കുടഞ്ഞു. പറന്നുവന്ന് കയറിയടാ. സക്കീർ മുഹമ്മദ് കൈകൾ കൂട്ടിത്തിരുമ്മി. ആദിത്യൻ്റെ സുഹൃത്തുക്കളും പ്രതീക്ഷയും പരസ്പരം നോക്കി ചിരിച്ചു. പ്രതീക്ഷയുടെ ഐഡിയ ആയിരുന്നു അതും. മരുന്നുപുരയിൽ ഉണ്ടായിരുന്ന ഓട്ടുപാത്രങ്ങളും കാവിലെ വിഗ്രഹവുമൊക്കെ അർദ്ധരാത്രിയോടെ അവർ അവിടെ നിന്നും മാറ്റിയിരുന്നു. അക്കാര്യം SIയെ അറിയിക്കുകയും ചെയ്തു. ഇവന്മാർ 6 പേരെയും കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്തിട്ട് വണ്ടിയും കൊണ്ടിങ്ങുവാ. സക്കീർ മുഹമ്മദ് പോലീസുകാരെ നോക്കി പറഞ്ഞു. സർ, അവർ 3 വിലങ്ങുകളെടുത്തു. 2 പേരുടെ ഓരോ കൈകൾ വീതം ഓരോന്നിലും കുടുക്കി. ശേഷം അവരെ ബൊലേറോയിൽ കയറ്റി. വണ്ടി സ്റ്റേഷനിലേക്ക് പോയി. അവളെ ഇങ്ങോട്ട് കൊണ്ടുവാ, SI വനിതാ കോൺസ്റ്റബിൾമാരോട് നിർദ്ദേശിച്ചു. മീരയെ അവർ SIയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. ആദിത്യൻ മയങ്ങിയെന്ന് കരുതി. നീ അവനോട് പറഞ്ഞതത്രയും ഞാൻ ഫോണിൽ കേട്ടു. കവിളടക്കം അടിയേറ്റതുപോലെ മീര പിടഞ്ഞുപോയി. സക്കീർ മുഹമ്മദ് തുടർന്നു. ആദിത്യൻ എനിക്ക് കോൾ ചെയ്തിട്ട് ഫോൺ പോക്കറ്റിലിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാ ആദിത്യനോട് പ്രേമം നടിച്ചതെന്ന് പറയുന്നത് കേട്ടല്ലോ. അതെങ്ങനെ? മീര മിണ്ടിയില്ല. വിജയമ്മേ, SI വിളിച്ചു. മീരയുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു വനിതാ കോൺസ്റ്റബിൾ വിജയമ്മ. അവർ എന്താണ് ചെയ്തതെന്ന് ആരും കണ്ടില്ല. അയ്യോ, ഞാൻ പറയാൻ സാർ. നിലവിളിച്ചുകൊണ്ട് ഒറ്റച്ചാട്ടമായിരുന്നു മീര മുകളിലേക്ക്. ആളുകൾ പരസ്പരം നോക്കി. വിജയമ്മ കയ്യിലിരുന്ന സേഫ്റ്റി പിൻ ആരും കാണാതെ മുഷ്ടിക്കുള്ളിലാക്കി. എങ്കിൽ പറയടി. സക്കീർ മുഹമ്മദ് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴും നീറ്റിലടങ്ങാത്ത കണ്ണുകൾ മീര ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് തുടച്ചു. എൻ്റെയും സെന്തിലിൻ്റെയും വിവാഹം വീട്ടിലാരും അറിഞ്ഞിരുന്നില്ല സാർ. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്നും ഞങ്ങളെ 2 പേരെയും അച്ഛൻ കൊന്നുകളയുമെന്നും എനിക്കറിയാമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഒന്ന് വിതുമ്പിയിട്ടാണ് മീര ബാക്കി പറഞ്ഞത്. അപ്പോൾ തോന്നിയ ഒരു തന്ത്രമായിരുന്നു ഇത്. അച്ഛൻ്റെ ശത്രുവായ ആദിത്യനെ പ്രണയിക്കുന്നതായി നടിക്കുക, എന്നിട്ട് അവൻ്റെ ഒപ്പം നാടുവിടുക, വഴിയിലെവിടെയെങ്കിലും വെച്ച് സെന്തിലിൻ്റെ കൂടെ പോവുക. കേട്ടവരെല്ലാം അമ്പരന്ന് നിന്നു. അപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെക്കാം അല്ലേടി? സർവ്വതും മറന്ന് അലറിക്കൊണ്ട് ആദിത്യൻ പാഞ്ഞു വന്നു. എന്നാൽ സക്കീർ മുഹമ്മദ് തടഞ്ഞു. പിന്നെ അവൻ്റെ കാതിൽ പറഞ്ഞു. അതിന് നീ ഇവളോട് കണക്ക് വീട്ടിയത് ഫോണിലൂടെ ഞാൻ അറിഞ്ഞു. ഇനി നീ മിണ്ടരുത്. കാറ്റുപോയ ബലൂൺ പോലെയായി ആദിത്യൻ. പ്രതീക്ഷേ, SI വിളിച്ചു. സർ. അവൾ അടുത്തു ചെന്നു. ഇനി നിന്റെ അച്ഛൻ പുറത്തു വരും. പ്രധാനമായിട്ടും അതിനാണല്ലോ നീ ചതിയുടെ വേര് തേടി ഇറങ്ങിയത്. പ്രതീക്ഷ പുഞ്ചിരിച്ചു. അതിന് ഈ നിൽക്കുന്ന എല്ലാവരുടെയും സഹായം എനിക്ക് കിട്ടി സർ. കൃതജ്ഞതയോടെ അവൾ ചുറ്റും നോക്കി. രാഷ്ട്രീയക്കാരുടെ കാലു പിടിക്കാതെ നല്ല കാര്യത്തിന് ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആളുകളെയാ ഈ സമൂഹത്തിന് ഇന്നാവശ്യം. ഞങ്ങൾക്കും പണി കുറയും. SIയുടെ മറുപടി ജനത്തെ തൃപ്തരാക്കി. പോലീസിൻ്റെ ബൊലേറോ വീണ്ടും എത്തി. എല്ലാവരോടും ഒറ്റവാക്കിൽ യാത്ര പറഞ്ഞ് മീരയെയും കൊണ്ട് പോലീസ് അതിൽ കയറി. അകത്തേക്ക് കാൽ വയ്ക്കുമ്പോഴും മീര തിരിഞ്ഞ് പകയോടെ പ്രതീക്ഷയെ നോക്കി. ഡോറുകൾ അടഞ്ഞു. ഇരുട്ടിൽ വെളിച്ചത്തിൻ്റെ ഒരു ഗുഹ തീർത്ത് ബൊലേറോ മടങ്ങി. താഴെ തമിഴ്നാട്ടുകാരുടെ ജീപ്പിനരികിൽ 2 പോലീസുകാർ ഉണ്ടായിരുന്നു. ബൊലേറോയ്ക്ക് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ജീപ്പും പോയി. തുകലയിൽ തറവാടിന് മുന്നിൽ നിന്ന് ജനക്കൂട്ടം പിരിഞ്ഞു. ആദിത്യൻ വന്ന് പ്രതീക്ഷയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കടി, നിന്നെ ഞാൻ കുറച്ച് തെറ്റിദ്ധരിച്ചു. പോ ചേട്ടാ. ചിരിക്കൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഈശ്വരി മുത്തശ്ശി ചെറുമകളെ ചേർത്ത് പിടിച്ചു. ഭയങ്കര കള്ളിയാ നീ. എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ ഒരു പക്ഷേ മുത്തശ്ശി മീരയോട് അകൽച്ച ഭാവിച്ചേനെ. എങ്കിൽ കാര്യങ്ങൾ ഇത്രയും എളുപ്പമാകില്ലായിരുന്നു. പിന്നെ മുത്തശ്ശിക്ക് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരാം. എൻ്റെ വിഷചികിത്സയുടെ ഔഷധത്തെപ്പറ്റി. ഈശ്വരി മുത്തശ്ശി പെട്ടെന്ന് അവളുടെ വായ പൊത്തി. വേണ്ട,
അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. തുളസി മാത്രം ഒന്നും മിണ്ടാതെ മകളെ സാഗൂതം നോക്കി നിന്നു. കുടുംബത്തെ രക്ഷിക്കാൻ അവൾ ചെയ്ത കാര്യങ്ങളായിരുന്നു ആ മനസ്സിൽ. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.